നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ മഷിയിട്ടാൽ പോലും കാണാത്ത ഒരു വാഹനമാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വാഹനം നിസാൻ്റെ ലോക പ്രശസ്തമായ സ്പോർട്സ് കാറാണ്. നിസാൻ സ്കൈലൈൻ R34 GTT എന്ന മോഡലാണിത്. നിസാൻ്റെ ഏറ്റവും ലോക പ്രശസ്തമായ സ്പോർട്സ് കാർ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. 1990കളിൽ ജപ്പാനിൽ സ്പോർട്സ് കാറുകളുടെ രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെ ഉണ്ടായി. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മസ്തയുടെ RX-7 ആയാലും ടൊയോട്ടയുടെ സുപ്ര ആയാലും എല്ലാം ലോകം കീഴടക്കിയ ഒരു കാലമായിരുന്നു അത്. ആ കാലത്ത് ജപ്പാനിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാഹനമാണിത്. 1999ലാണ് GTT എന്ന മോഡൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ അതിന് മുമ്പ് തന്നെ ഈ സ്കൈലൈൻ എന്ന ഈ ഒരു മോഡൽ പണ്ട് തൊട്ടേ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1957 തൊട്ട് തന്നെ ജപ്പാനിൽ വിപണിയിലുണ്ടായിരുന്നു. അതിനുശേഷം വലിയ മാറ്റങ്ങളൂടെ കടന്നുപോയി ഇപ്പോൾ വന്നിരിക്കുന്ന 13ാമത്തെ ജനറേഷനാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മോടൊപ്പമുള്ള ഈ ഒരു വാഹനം 2000 മോഡൽ ആയതുകൊണ്ട് തന്നെ ഇത് 11ാമത്തെ 11th ജനറേഷൻ സ്കൈലൈനാണ് എന്നുള്ള കാര്യമാണ്. പലപ്പോഴും നിസാൻ്റെ GTRും ഈ കാണുന്ന സ്കൈലൈനും ഒക്കെ ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. എന്താണ് നമ്മളുടെ വ്യത്യാസം എന്ന് വെച്ചാൽ കാഴ്ചയിൽ ഏകദേശം ഒരുപോലെയൊക്കെയാണ് തോന്നുന്നതെങ്കിൽ പോലും രണ്ടും രണ്ട് ജനസിൽപ്പെടുന്ന വാഹനങ്ങളാണ് എന്നാണ് പറയേണ്ടത്. ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സ്കൈലൈനാണ്, ഞാൻ പറഞ്ഞത് 1957ലാണ്. പക്ഷേ 2000-ന് ശേഷമാണ് GTR എന്ന മോഡൽ വന്നത്. GTR കുറേ ആധുനികമായിരുന്നു. പക്ഷേ ആദ്യകാലത്തുള്ള സ്കൈലൈൻ ഇപ്പോഴും ആരാധകരേറെയാണ്. ഇപ്പോൾ ഇതിൻ്റെ നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് കോട്ടയത്തു നിന്നും വന്ന വാഹനമാണല്ലോ. അല്ല, ഇത് ഓസ്ട്രേലിയൻ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പേരടക്കമുള്ള കാര്യങ്ങളെല്ലാം നമ്പറിൻ്റെ ഭാഗത്ത് കൊടുക്കാം. അത് നമുക്ക് കീപ്പ് ചെയ്യുകയും ചെയ്യാം. മറ്റൊരു വാഹനത്തിലേക്ക് ഈ വാഹനം വിറ്റ് മറ്റൊരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നമ്പർ തന്നെ കീപ്പ് ചെയ്യാം. ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന റെനി എന്ന എൻ്റെ സുഹൃത്താണ് ഈ വാഹനവുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. കാർനെറ്റ് വഴി കൊണ്ടുവന്നതാണ്. നമ്മൾ ലണ്ടനിലേക്കൊക്കെ ഡ്രൈവ് ചെയ്തതുപോലെ തന്നെ 6 months നമുക്ക് ലോകത്ത് എവിടെ നിന്നും വാഹനം ഇന്ത്യയിലെത്തിക്കാം. തിരിച്ചും ഇന്ത്യയിൽ നിന്ന് വാഹനങ്ങൾ വെളിയിൽ എവിടെയും കൊണ്ടുപോകാൻ അതിനൊരു ഫീ കൊടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ 6 മാസത്തേക്ക് കൊണ്ടുവന്ന വാഹനമാണിത്. സാധാരണഗതിയിൽ ഈ വാഹനത്തിൻ്റെ എൻജിൻ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഇത് 2.5 ലിറ്റർ എഞ്ചിനാണ്. സിംഗിൾ ടർബോ എഞ്ചിനാണ്. 276 bhp ആണ് ഈ വാഹനത്തിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതുപോലെ 4.8 seconds മതി 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. എന്നാൽ ഇത് നിയോ എന്ന വേരിയൻ്റാണ്. അതല്ലെങ്കിൽ തന്നെ പവർഫുള്ളാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ചെറിയ മാപ്പിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ 330 bhp ആണ് ഇതിൻ്റെ എഞ്ചിൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിക്കുന്ന എഞ്ചിൻ പവർ എന്ന് തന്നെയാണ് പറയേണ്ടത്. മറ്റു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് 23 വർഷം പഴക്കമുള്ള വാഹനമാണ് എന്നുള്ള കാര്യമാണ്. 1990കളിലൊക്കെ ഇന്ത്യയിലെ വാഹന വിപണി എന്തായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ. അന്നൊന്നും നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യമാണ് അക്കാലത്ത് തന്നെ ജപ്പാൻ കൈവരിച്ചെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. എന്തായാലും ആ കാലത്ത് സ്കൈലൈൻ്റെ പലതരത്തിലുള്ള ബോഡി വേരിയൻസ് ഉണ്ടായിരുന്നു. അതിൽ ഹാച്ച് ബാക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സലൂൺ ഉണ്ടായിരുന്നു, കൂടാതെ സ്റ്റേഷൻ വാഗൺ ഉണ്ടായിരുന്നു. അങ്ങനെ പല ബോഡി രീതികളുണ്ടായിരുന്നെങ്കിൽ ഇത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെഡാൻ രീതിയിലുള്ള വാഹനമാണ്. കാര്യം ഒരു സ്പോർട്സ് കാറാണെങ്കിൽ ഇവൻ്റെ നീളം കണ്ടോ, 4500 മില്ലിമീറ്ററോളം നീളമുള്ള വാഹനമാണിത്. 2700 മില്ലിമീറ്റർ ഇതിന് വീൽ ബേസ് ഉണ്ട്. അങ്ങനെ വലിയൊരു വാഹനമാണ്. പക്ഷേ ഇദ്ദേഹം 2 ഡോർ ആണെന്ന് കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് സീറ്റുണ്ട്. പക്ഷേ നമ്മൾ മുൻഭാഗത്തെ ഡോർ തുറന്ന് വേണം പിൻഭാഗത്തേക്ക് കയറിയിരിക്കാൻ. അതുപോലെ അതിമനോഹരമായ രൂപമാണ് പിൻഭാഗത്ത് നിന്നൊക്കെ നോക്കുമ്പോൾ. പിൻഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് എന്താ പറയുന്നത്, ലോകത്തിലെ വാഹനപ്രേമികളുടെ ഒരു ഹരമാണ് ഈ ഒരു റൗണ്ട് ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത്. 2 വലിപ്പത്തിലുള്ള റൗണ്ട് ടെയിൽ ലാമ്പുകളാണ്. അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ വാഹനത്തെപ്പറ്റി പറയാനുണ്ട്. ഈ വാഹനത്തിൽ പല മാറ്റങ്ങളും റെനി വരുത്തിയിട്ടുണ്ട്. എക്സോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റമുണ്ട്. എന്തായാലും സാധാരണ ഞാനൊരു വാഹനം പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ തന്നെ നിന്ന് പരിചയപ്പെടുത്തുകയാണ് പതിവ്. പക്ഷേ ഇതിൽ ഇത്രയധികം മാറ്റങ്ങളുള്ളതുകൊണ്ട് നമുക്ക് റെനിയെ തന്നെ ഈ വാഹനം നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വിളിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി എടുത്ത കഷ്ടപ്പാടുകളുടെ കഥയും മറ്റും കേൾക്കണമല്ലോ. അത്തരം പല കാര്യങ്ങളും കേൾക്കാൻ വേണ്ടി നമുക്ക് റെനിയെ വിളിക്കാം. അപ്പോൾ റെനിയും വൈഫ് അജീഷയും കൂടെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു വാഹനം നമ്മളുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ. അപ്പോൾ നമുക്കിനി റെനിയിലേക്ക് പോകാം.
അപ്പോൾ ഇതാണ് റെനി. ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന റെനി. നമസ്കാരം റെനി. ആദ്യമായിട്ട് റെനിയോട് നന്ദി പറയണം. കാരണം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കോട്ടയത്ത് നിന്ന് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന എറണാകുളത്താണ്, നമ്മുടെ സ്ഥിരം ഷൂട്ടിംഗ് സ്ഥലങ്ങളിലൊക്കെയാണ്. എന്തായാലും വെളുപ്പിന് എഴുന്നേറ്റ് വന്ന് 7 മണിക്ക് തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തായാലും ഈ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ സാധാരണ വാഹനങ്ങൾ കൊണ്ടുവരുന്നത് വളരെ കുറവാണ്. സാധാരണ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് വാഹനങ്ങൾ ഇങ്ങനെ കാറിനെല്ലാം കൊണ്ടുവരാറുള്ളത്. പക്ഷേ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവരാൻ കാര്യമായ രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതിനെപ്പറ്റി തന്നെ ആദ്യം ചോദിക്കാം. എത്ര ദിവസം എടുത്തു ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടെ ഈ വാഹനം എത്തിക്കാൻ? കണ്ടെയ്നറിൽ 50 days എടുത്തു. ഞങ്ങൾ പേപ്പർ വർക്ക്സ് 1 year ആയിട്ട് ഇതിന്റെ, കാരണം എനിക്ക് അറിയാവുന്ന ആരും ഇല്ലായിരുന്നു ഇത് ചെയ്ത്. അപ്പം ഞാനൊരു 1 year ആയിട്ട് അതിന്റെ പേപ്പർ വർക്കിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 6 months എടുത്തു ഇതിന്റെ പേപ്പർ വർക്ക് എല്ലാം ഒന്ന് റെഡിയായി വരാനായിട്ട്. അപ്പം നമ്മുടെ ഒരു ഏജന്റിന്റെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഷംനാദിഖാനെ വിളിച്ച് കോൺടാക്ട് ചെയ്തു. പുള്ളി അത്യാവശ്യം ഹെൽപ്പ് ചെയ്തു. കേരളത്തിൽ. അപ്പം ദുബായിൽ നിന്നൊക്കെ അത്യാവശ്യം വണ്ടികൾ ചെയ്യുന്നത് ഷംനാദിഖ് കാർനെറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പുള്ളിനെ കോൺടാക്ട് ചെയ്തു. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഡിലേ ആയിപ്പോയി. ഞങ്ങൾക്ക് ഡിസംബർ എൻഡിന് കിട്ടേണ്ട വണ്ടി ജനുവരി 20 ആയി. കാരണം ഒരു 20 days ഡിലേ ആയി. അപ്പം ചെന്നൈയിലാണ് ഞങ്ങൾ പോർട്ട് ഇത് ചെയ്തത്. ഞങ്ങൾക്ക് നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെന്നൈ സജസ്റ്റ് ചെയ്തത്. അപ്പം ചെന്നൈ വന്നത് 20 days ഡിലേ ആയി. അപ്പം ഞങ്ങൾ ഷംനാദിക്ക് എല്ലാവരും ചെന്നൈ വന്നു ആക്ച്വലി വണ്ടി കളക്ട് ചെയ്യാനായിട്ട്. കാരണം അവിടെ നമുക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. അപ്പം അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് ഓർത്ത് ഏജന്റും കൂടെ വന്നായിരുന്നു. അപ്പോൾ ഈ ഇവിടെ സാധാരണഗതിയിൽ ഇന്ത്യയിൽ നിന്നൊരു വാഹനം വെളിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ 2.5 lakhs മറ്റുമാണ് ഒരു നോൺ റീഫണ്ടബിൾ ഫീ ഉണ്ട്. ഓസ്ട്രേലിയയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ്, എത്ര ഫീ ഒക്കെ? നമുക്ക് ബോണ്ട് വരുന്നത് ഓൾമോസ്റ്റ് 25,000 rupees വരുന്നുള്ളൂ. സാധാരണ എല്ലായിടത്തും ഓൾമോസ്റ്റ് 5 lakhs ഒക്കെ വരുന്നുണ്ട്. നമുക്ക് കാർനെറ്റിന്റെ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഒരു 50,000 വരും, ആപ്ലിക്കേഷൻ ഫീ മാത്രമായിട്ട്. അത് ഓൾമോസ്റ്റ് ഒരു 10 days കിട്ടും നമ്മൾ അപ്ലൈ തന്ന. അത് നമുക്ക് പോസ്റ്റലായിട്ട് അയച്ചു തരും. പിന്നെ ഒരു 25,000 നമ്മൾ ബോണ്ട് അടച്ചെന്നാൽ നമുക്ക് കാർനെറ്റിന്റെ പേപ്പർ കിട്ടും. പിന്നെ നമ്മൾ ഇവിടെയുള്ള പേപ്പർ നമ്മൾ ഇവിടുത്തെ ഏജന്റ് വഴി ചെയ്യണം. കാരണം നമുക്കൊരു ബുക്കിംഗ് കൺഫർമേഷൻ നമ്പർ നമ്മൾ അവർക്ക് കൊടുത്താലേ ഉള്ളൂ അവർ കാർനെറ്റ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. അപ്പം ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു 3 weeks നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം കണ്ടെയ്നറിന്റെ പ്രൈസ് എപ്പോഴും നമുക്ക് ഹയർ ആയിട്ടേ കിട്ടത്തുള്ളൂ, ഒരു നോർമൽ റേറ്റും കിട്ടത്തില്ല. പിന്നെ ഞങ്ങൾക്ക് പ്രശ്നം പറ്റിയത് നമുക്ക് 4 days ക്ലിയറൻസ് ഉള്ളൂ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന ഷിപ്പിന്. കണ്ടെയ്നർ ക്ലിയറൻസ് യൂഷ്വലി നമ്മുടെ നാട്ടിലെത്തിച്ച 4 ദിവസത്തിനകം നമ്മൾ ഈ വാഹനം കണ്ടെയ്നറിൽ നിന്ന് ക്ലിയർ ചെയ്ത് വണ്ടി വെളിയിലെടുക്കണം. യൂഷ്വലി ദുബായിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ 14 days വരുന്നത്. നമുക്ക് ടൈം ലിമിറ്റ് ഭയങ്കരമാണ് ഇവിടെ. അപ്പം നമ്മൾ 4 days കഴിഞ്ഞുള്ള ഓരോ ദിവസവും 23,000 വെച്ച് ഫൈൻ കിട്ടും. ശരി. അപ്പം അങ്ങനത്തെ ഇവിടെ കൊണ്ടുവന്ന് തിരിച്ച് അവിടെ എത്തിക്കുമ്പോഴത്തേക്ക് എത്ര രൂപ കയ്യിൽ നിന്ന് പോകും? ഓൾമോസ്റ്റ് ഒരു 12 lakhs ആവും. 12 lakhsന് മേളിലാവും. 12 lakhsന് മേളിലാവും. അപ്പോൾ എത്ര വലിയ വാഹനപ്രേമിയാണ് നമ്മളിവിടെ നിൽക്കുന്നത് മനസ്സിലായി കാണുമല്ലോ. 12 ലക്ഷം രൂപ മുടക്കി ഈ വാഹനം ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോകേണ്ടത് അത്രയും രൂപയാവും. എനിക്ക് തോന്നുന്നു ഇത് വിറ്റാലും അത്രയൊക്കെ പൈസ തന്നെ ആയിരിക്കും അല്ലേ? വണ്ടി അല്ല, നമ്മൾ ഈ സ്റ്റോക്കായിട്ടാണെങ്കിൽ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 25 ഉണ്ടല്ലോ ഇപ്പോഴും 25 lakhsന് മേളിലോട്ട് പോകും. അത് GTT, ഇത് ജെനുവിൻ GTT മാനുവലാ. അപ്പം അതിന് പ്രൈസ് കൂടുതലാണ് മാർക്കറ്റിൽ. സാധാരണ R34 വരുന്നത് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, പിന്നെ നോൺ ടർബോ വേർഷൻ വരുന്നുണ്ട്. അതാണ് ഏറ്റവും ചീപ്പ്. പിന്നെ ഇത് ജെനുവിൻ മാനുവൽ ആയതുകൊണ്ട് അത് GTRന്റെ തൊട്ട് താഴെ നിൽക്കുന്ന മോഡലാണ്. അപ്പം അതുകൊണ്ട് ഇതിന് പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ഈ GTT ഇപ്പോഴും സെക്കൻഡ് ഹാൻഡ് ഇഷ്ടം പോലെ ഉണ്ടോ ഓസ്ട്രേലിയയിൽ? അവൈലബിൾ ആണെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ നമുക്ക് നല്ല മോഡൽസ് കിട്ടാൻ പാടാം. കാരണം ഇത് 2000 ഇറങ്ങിയ വണ്ടി ആയതുകൊണ്ട് അന്ന് ഒരു മിഡ് 2015 വരെയൊക്കെ ഈ വണ്ടിക്ക് അങ്ങനെ ഒരു പ്രൈസിങ് ഇല്ലായിരുന്നു. അപ്പോൾ ആൾക്കാർ റെഗുലർ യൂസിന് ഈ വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എല്ലാ വണ്ടികളും ഹൈ മൈൽസ് ഓടിയ വണ്ടികളാണ്. അപ്പം അതിന് എഞ്ചിൻ ഇഷ്യൂസ് വരും. അപ്പം പിന്നെ എഞ്ചിൻ അന്നൊക്കെ വണ്ടിക്കൊക്കെ ഒട്ടും വാല്യൂ ഇല്ല. അവർ വണ്ടി ഒന്നെങ്കിൽ അവർ നശിപ്പിച്ച് കളയും, അങ്ങനെ ചെറിയ ആക്സിഡന്റ് പറ്റാൻ റൈറ്റ് ഓഫ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആക്ച്വലി ഒരു R33 ഒരു 5 years ബാക്ക് വിറ്റത് വെറും 25,000 rupeesനാണ്. ഇന്ത്യൻ മണി 25,000 rupeesനാണ് R33 പുള്ളി വിറ്റത്. അപ്പോൾ അത്രയും ചീപ്പായിരുന്നു ആ വണ്ടി അവിടെ. പക്ഷേ ഇപ്പോഴാണ് ഈ വണ്ടി ഇപ്പം ഈ ഒരു കോവിഡിന്റെ ടൈമിൽ വണ്ടികൾ അവൈലബിൾ അല്ലാതെ വന്നപ്പോഴത്തേക്കാണ് ഈ വണ്ടികൾ വാല്യൂ കൂടിയത്. പിന്നെ US-ലോട്ട് ഇത് ലീഗലായി 25 years റൂൾ ഉണ്ട് അവർക്ക്. അപ്പം ഇത് ബാൻഡ് ആയിരുന്നു. ഇപ്പം ഇത് അതായത് 98 മോഡലാണ്, 98 തൊട്ടാണ് ഈ വണ്ടി ഇറങ്ങി തുടങ്ങിയത്. അപ്പം ഇപ്പം ആൾക്കാർക്ക് ഈ വണ്ടികൾ വേണം, ഇപ്പം അവർക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന ടൈം. അതുകൊണ്ട് അവർ ഇപ്പം ഇത് ബൈ ചെയ്യാൻ തുടങ്ങി. അപ്പം അതുകൊണ്ട് അന്നേരം ഓൾമോസ്റ്റ് ഡബിൾ ട്രിപ്പിൾ പ്രൈസ് ആയി. കാരണം GTRs ഒക്കെ ഓൾറെഡി അവർ ബൈ ചെയ്ത് ജപ്പാനിൽ സൂക്ഷിച്ചു വെച്ചേക്കുക.
എന്നിട്ട് അത് പിന്നീട് അത് 25 years ആകുമ്പം അത് ജപ്പാനിൽ നിന്ന് അവർ ഷിപ്പ് ചെയ്ത് US കൊണ്ടുപോകും. US ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ US ഈ വാഹനങ്ങൾ ആദ്യകാലത്ത് തന്നെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഒരു കമ്പനി ഉണ്ടായിരുന്നു. പക്ഷേ ആ കമ്പനി ചില ഉടായ്പൊക്കെ കാണിച്ച് ബാങ്ക്രപ്റ്റായി. അന്നാണ് ഈ US ഇത് ബാൻ ചെയ്തത്. അതിനുശേഷം 25 വർഷത്തെ ബാനായിരുന്നു. അത് ഇപ്പോഴാണ് ലിഫ്റ്റായിട്ട് ഇപ്പം നേരെ തന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാവുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇതിൻ്റെ ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞു. ഇപ്പോൾ സ്കൈലൈനും അതുപോലെ തന്നെ GTR തമ്മിലുള്ള വ്യത്യാസമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് പലർക്കും. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. പക്ഷേ ഈ R34 എന്ന് പറയുന്ന വേരിയൻ്റ് ആണല്ലോ ഇത്. R34 R33 തമ്മിലുള്ള പെട്ടെന്നുള്ളൊരു ക്വിക്ക് വ്യത്യാസം എന്തായിരിക്കും? മൊത്തത്തിൽ ഒരു ഷേപ്പ് വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടെ ഒരു ബോക്സി ലുക്കാണ് വരുന്നത്. മറ്റേ R33 എന്ന് പറഞ്ഞ ഒരു ഓവൽ ലുക്ക്, ഹെഡ്ലൈറ്റിനായാലും ചെറിയ വ്യത്യാസമുണ്ട്. ഈവൻ എഞ്ചിൻ തന്നെ വ്യത്യാസമുണ്ട്. കാരണം R33 വരുന്നത് DET ആണ്, സ്റ്റോക്ക് വരുന്നത് 250 ഹോഴ്സ് പവറാണ്. ഇത് DET നിയോ അപ്ഗ്രേഡഡ് വേർഷനാണ്. അപ്പോൾ ഇതിന് വരുന്നത് 280 സ്റ്റോക്കിൽ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പവർ പറയാൻ കാരണം ഇതിൻ്റെ ഇഞ്ചക്ടേഴ്സ് ഇച്ചിരി ചെറിയ ഇഞ്ചക്ടേഴ്സാണ്, ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ്. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് ഇതിൻ്റെ ഒരു ഇഞ്ചക്ടേഴ്സ് മാറ്റിയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു 20-30 ഹോഴ്സ് പവർ ഈസി ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റും. അപ്പം ബേസിക്കലി എല്ലാവരും ചെയ്യുന്ന മോഡിഫിക്കേഷൻ അതാണ്. ഇഞ്ചക്ടേഴ്സ് ആദ്യം മാറ്റും, പിന്നെ ടർബോ, എക്സോസ്റ്റ് സിസ്റ്റം അങ്ങനെയാണ് മാറ്റുന്നത്. അപ്പോൾ അവിടെ ഈ MBD ഒന്നും ഇല്ലേ? MBD ഇല്ലേന്ന് ചോദിച്ചാൽ നോർമൽ റോഡ് പോലീസ് ആണ് ഉള്ളത്. അപ്പോൾ അവർ ഇങ്ങനെ ഇതിന് വലിയ ഇഷ്യൂസ് പറയാറില്ല. അവർ പറഞ്ഞാൽ നിങ്ങളൊരു മോഡിഫൈ ചെയ്ത ഒരു ലിമിറ്റിന്, അപ്പോൾ ബമ്പർ മാറ്റിയതിനും അതിനൊന്നും അവർ പിടിക്കത്തില്ല. പക്ഷെ ലോ ചെയ്യുന്നത്, അതായത് ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്, അതായത് നമുക്ക് പ്രശ്നമില്ല, ബാക്കിയുള്ള പാസഞ്ചേഴ്സ് ഉണ്ടല്ലോ, കാർ ഡ്രൈവ് ചെയ്യുന്നവർക്ക് അവർക്കൊരു ശല്യമാവരുത്. അതായത് നിലത്തൊട്ടി ഒത്തിരി പോകരുത്, ഒത്തിരി ലൗഡ് ആകരുത്, പിന്നെ വഴിയിൽ ഡ്രിഫ്റ്റ് ചെയ്യരുത്, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഒരു നോർമൽ ഇതിനൊക്കെ എന്നെ പോലീസ് പുൾ ഓവർ ചെയ്തിട്ട് അവർ ആക്ച്വലി കാണാൻ നല്ല വണ്ടിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ 2-3 പ്രാവശ്യം പുൾ ഓവർ ചെയ്തിട്ടുണ്ട് അവർ. ഇവിടെ വന്നിട്ട് ഈ വണ്ടി ഏതെങ്കിലും MBD പോലീസ്? ഇല്ല, പോലീസുകാർ ആക്ച്വലി നോക്കാറുണ്ട്, പക്ഷെ അവർ അങ്ങനെ പ്രോബ്ലം പറയുന്നില്ല. കാരണം വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ആയിരിക്കും അവർ, അത് വലിയൊരു എനിക്ക് പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം MVDയുടെ ഓഫീസിൽ പോയായിരുന്നു. ആക്ച്വലി വണ്ടിക്ക് നമ്മൾ റോഡ് ടാക്സ് അടയ്ക്കണം ഇവിടെ. അപ്പം അതിന് പോയപ്പോഴത്തേക്കും ആ കറക്റ്റ് ഓഫീസിലല്ല ഞാൻ പോയി, എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവർ വണ്ടി കണ്ടിട്ട് നല്ല വണ്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ അവർ കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞില്ല. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇച്ചിരി ലൗഡായിരുന്നു, ബട്ട് അവർ അതിന് പ്രശ്നമൊന്നും പറഞ്ഞില്ല. വഴി പിടിച്ചോളാമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി റെനിയോടൊപ്പം തന്നെ ഈ വാഹനം ഒന്ന് അടുത്ത് കാണാം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഞാനിത് ഓടിച്ചപ്പോഴെന്ന് വെച്ചാൽ എനിക്കതൊരു 7-8 വർഷം മുമ്പ് GTR ആണത്, മറ്റേ സ്കൈലൈൻ അല്ല. നിസാൻ ഇവിടെ ഡൽഹിയിൽ നമ്മളെ വിളിച്ചിട്ട് നിസാൻ പട്രോള്, അതുപോലെ ലീഫ്, GTR എല്ലാം കൂടെ ഒരു ട്രാക്കിൽ ഓടിക്കാൻ തന്നു. അതാണ് ഞാനത് ഓടിച്ചത്. പക്ഷേ അത് സ്കൈലൈൻ അല്ല, GTR ആയിരുന്നു. അപ്പം അതിനുശേഷം ഞാനിപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയാണ്. 2000-ലാണ് ഇതിന് ഹാലജൻ ഹെഡ്ലൈറ്റ് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, അല്ലേ? അങ്ങനെയാണ് കേട്ടത്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു ഓൾഡ് സ്കൂൾ ചാമുള്ളൊരു വാഹനമാണ്, അല്ലാതെ വളരെ പുതിയൊരു മോഡലൊന്നുമായിട്ട് അല്ല. കാരണം 23 വർഷമായല്ലോ. എന്താണ് ഇതിലേക്ക് റെനി അട്രാക്റ്റ് ചെയ്ത ഒരു ഘടകം? മെയിൻലി നമ്മൾ ചെറുപ്പം തൊട്ടേ ഫാസ്റ്റ് ആൻഡ് ദ ഫ്യൂരിയസ് മൂവി കണ്ടിട്ട് തന്നെയാണ്. അത് ടു ഫാസ്റ്റ് ഫ്യൂരിയസിൽ പോൾ വാക്കർ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. GTR ഇപ്പോൾ ഒത്തിരി ഓവർ പ്രൈസ്ഡ് ആണ്. അപ്പോൾ അത് നമുക്കൊന്ന് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നീടുള്ള പ്രോബ്ലം, അതൊരു ഡെയിലി യൂസിന് പറ്റിയൊരു വണ്ടിയല്ല. കാരണം അത് ഓൾ വീൽ ഡ്രൈവ് ആണ്, പക്ഷേ റിയർ സ്റ്റീർ എല്ലാം ഉണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ ഫീച്ചേഴ്സ് കുറേയൊക്കെ ഉണ്ട്. പക്ഷേ വലിയ വ്യത്യാസം എന്ന് പറയാനായിട്ട് ഇപ്പം നമ്മളൊരു എക്സ്ട്രാ ഒരു 1 CR എക്സ്ട്രാ കൊടുത്ത് അത് എടുക്കേണ്ട കാര്യം. നമുക്കിത് കൺവേർട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് ജെനുവിൻ GTR തന്നെ വേണമെങ്കിൽ ഈ വണ്ടി നമുക്ക് ജപ്പാനിൽ കൊടുത്ത് നമുക്ക് GTR കൺവേർഷൻ ചെയ്യാം. ഒരു 25 lakhs കൊടുത്തെന്നാൽ അവർ ഫുൾ GTR ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും. അത് രജിസ്ട്രിയിലും ആഡ് ചെയ്യും. അത് കമ്പനി തന്നെ ചെയ്യും. കമ്പനി തന്നെ ചെയ്ത് നമുക്ക് രജിസ്ട്രിയിലും ആഡ് ചെയ്ത് തരും. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഓസ്ട്രേലിയ നമുക്ക് നമ്മുടെ മെക്കാനിക്സ് നല്ല ആൾക്കാരുണ്ട്, നമുക്ക് നല്ല ഡോണർ എഞ്ചിനൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ട പാർട്സുകൾ മാത്രം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാനൊരു Z-Tune പ്ലസ് ഒരു S-Tune കൺവേർഷന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എഞ്ചിൻസ് കിട്ടാനാണ് ഇപ്പോൾ പാട്. ഇപ്പം GTR എഞ്ചിൻ ആണെങ്കിലും ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വേറെ ട്രാക്ക് യൂസിനൊക്കെ RB26 യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് അത്ര ഈസി അല്ല അവൈലബിൾ. പിന്നെ കിട്ടുന്ന എഞ്ചിൻ നല്ലതായിരിക്കണം. അതൊരു വലിയൊരു പ്രോബ്ലമാണ്. കാരണം 20 വർഷം പഴക്കമുള്ള ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പഴക്കമുള്ള ഒരു എഞ്ചിൻ നല്ലത് കിട്ടാൻ പാടാണ്. പിന്നെ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് കിട്ടണം, അതിന് മാച്ചിങ് ആയിട്ടുള്ള, പിന്നെ വയറിംഗ് ഹാർനസുകൾ കിട്ടണം. അതെല്ലാം കൂടെ കിട്ടിയാൽ മാത്രമേ നമുക്കത് കൺവേർഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും പക്ഷേ അത് ലീഗലാണ്. അവിടുത്തെ മെക്കാനിക്സ് ഇത് സർട്ടിഫൈ ചെയ്ത് തന്നാൽ നമുക്ക് ആ എഞ്ചിൻ മാറ്റി വെക്കുന്നതിന് ലീഗൽ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് പറയുമ്പോഴത്തേക്ക് ഓക്കെ രജിസ്ട്രിയിൽ ഇല്ലാത്തൊരു GTR എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ മാക്സിമം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നിസ്മോയുടെ കിറ്റ്സ് ആണ് ഞാൻ കൂടുതലും ചെയ്തിരിക്കുന്നത്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നിസ്മോ എന്താണ്? നിസ്മോയും ഈ GTR-ഉം സ്കൈലൈനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മെയിൻലി ലൈക്ക് ബോഡി കിറ്റ് വൈസ് ആണ്. പെർഫോമൻസ് വൈസ് നമ്മൾ അതിൻ്റെ ജസ്റ്റ് ക്യാപ്സും കാര്യങ്ങളെ മാറ്റിയിട്ടുള്ളൂ നിസ്മോയുടെ. മെയിൻലി ഇത് ബമ്പറും റിയർ ബമ്പർ പിന്നെ സൈഡ് സ്കേർട്ടാണ് നിസ്മോയുടെ വരുന്നത്. പിന്നെ ഫ്രണ്ട് ബാർ ആക്ച്വലി ചെയ്തിരിക്കുന്നത് നിസ്മോ തന്നെയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ നിസ്മോ ബാഡ്ജിങ് വന്നിരിക്കുന്നത്. നിസ്മോ എന്നുള്ള ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാം.
ഇതിപ്പോൾ സ്ഥിരമായിട്ട് ഓഫീസിൽ പോകാൻ ഉപയോഗിക്കുന്ന വാഹനമാണ്? ഞാൻ ഒരു 1 ഇയർ കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 40,000 കിലോമീറ്റേഴ്സ് യൂസ് ചെയ്തു ഈ വണ്ടി. ബ്രിസ്ബെയിനിലാണല്ലേ? ബ്രിസ്ബെയിനിലാണ് താമസിക്കുന്നത്. പിന്നെ ഇതിന്റെ ബോണറ്റ് വരുന്നത് ടോപ്പ് സീക്രട്ടിന്റെ റെപ്ലിക്ക ബോണറ്റ് ആണ്. സാധാരണ എല്ലാവരും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന എസ് ട്യൂണിന്റെ അല്ലെങ്കിൽ സി ട്യൂണിന്റെ ബോണറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് വരാന്ന് വിചാരിച്ചാണ് ടോപ്പ് സീക്രട്ടിന്റെ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ റെന്യൂ വാങ്ങിച്ചതിന് ശേഷം ചെയ്ത മോഡിഫിക്കേഷൻസ് ആണ് ഈ പറയുന്നത്. എസ് ട്യൂൺ ബോണറ്റ് ഞാൻ എന്റെ ഫ്രണ്ട് വഴി കിട്ടിയതാ, ബാക്കി എല്ലാം നമ്മൾ തന്നെ ചെയ്തതാ കുറെയൊക്കെ. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ റെനിയോട് സംസാരിക്കുമ്പോൾ റെനി ഒരു എന്താണ് ഓട്ടോമൊബൈൽ എൻതിയാസ്റ്റ് എന്ന് മാത്രമല്ല ഓട്ടോമൊബൈൽ ആയിട്ട് അത്രയധികം എന്താ പറയുന്നത് പഠിച്ചൊരു മനുഷ്യനെ പോലെ സംസാരിക്കുന്നത്. ഓട്ടോമൊബൈലാണോ? അല്ല, ഞാൻ നേഴ്സാണ്. അത് ശരി. മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങളാണ് സാധാരണ കാണുന്നത്, പക്ഷേ വണ്ടിയുടെ ആന്തരികങ്ങളെ പറ്റി നല്ല ധാരണയുണ്ട്. ഇതിപ്പോൾ നമ്മൾ അലോയ് മാറ്റിയെന്നുള്ള ഒരു ഉറപ്പാണ്. എന്താണ് അത് SSRന്റെ ജെനുവിൻ 3 പീസ് അലോയ് ആണ്. അത് നമ്മൾ ഷിപ്പ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് വരുത്തിച്ചതാണ് ജപ്പാനിൽ. അത് നമുക്ക് യൂഷ്വലി കാണുന്ന GTR-ലാണ്. അപ്പം ഇതിന്റെ വീൽസ് വന്നിരിക്കുന്നത് GTR-ന്റെ തന്നെയാണ്. കാരണം നമ്മൾ ഇവഞ്ച്വലി വൈഡ് ബോഡി കൺവേർഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അന്നേരം ഈ വീല് ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ക്യാമറാം ചെയ്തിട്ടാണ് ഉള്ളിലോട്ട് ടക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ അഡ്ജസ്റ്റബിൾ ക്യാമറാംസ് വെച്ചിട്ടുണ്ട്. അതിപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ GTR-ന്റെ വൈഡ് ഫെൻഡേഴ്സ് വരുമ്പം പ്രോപ്പർ ഫിറ്റ്മെന്റ് ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഈ കേരളത്തിൽ ഓടിക്കുമ്പോൾ ഇതൊരു പ്രശ്നമുണ്ടോ? ഈ ഗ്രൗണ്ട് ക്ലിയറൻസും ഒട്ടും വീൽ ട്രാവൽ ഇല്ല. അത് ഞാൻ ഫുൾ BC റേസിംഗിന്റെ സസ്പെൻഷൻ വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്ക് ട്രാക്കിൽ യൂസ് ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ അത് BC റേസ് നമുക്ക്. കാരണം നമ്മൾ ബോണറ്റ് പൊക്കി അത് ജസ്റ്റ് ഒന്ന് തിരിച്ചെന്ന് നമുക്കത് ആക്ച്വലി ട്രാക്ക് യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് പേടിയുള്ള ഇപ്പോൾ ഞാൻ സ്ട്രെച്ച് ടയേഴ്സ് ആയിട്ടിരിക്കുന്നത്. ആക്ച്വലി ഇതിനൊരു 285 എങ്കിലും പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് 245 അപ്പം ഇച്ചിരി പേടിയുണ്ട്. നമ്മൾ ഹമ്പൊക്കെ ചാടുമ്പോഴത്തേക്കും അതിന്റെ വീല് എവിടെയെങ്കിലും തട്ടുമെന്നോ അങ്ങനെ ഒരു പേടിയുണ്ട്. ഇതൊന്നും ഓസ്ട്രേലിയയിലുള്ള പേടിയില്ല. ഇല്ല, എല്ലാം പക്ക റോഡുകളായതുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ടും. സ്പോയിലർ കാര്യമായ രീതിയിൽ ഒരു ഗംഭീര സാധനമാണല്ലോ വെച്ചിരിക്കുന്നത്. ഇതും എക്സ്ട്രാ ഫിറ്റിംഗ് അല്ല? അത് എക്സ്ട്രാ ആണ്. ഇത് GTR-ന്റെ ഫുൾ കാർബൺ ഫൈബർ ഒറിജിനൽ വിങ് ആണ് വരുന്നത്. നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ജുൺ ലെഗ്സ് എന്ന് പറഞ്ഞ് അതിന്റെ ഹൈ റൈസ് ലെഗ്സ് വെക്കാം, അല്ലെങ്കിൽ സ്റ്റോക്ക് GTR-ന്റെ തന്നെ വെക്കാം. ഇതിപ്പോൾ GTR-ന്റെ ആണ്. നമ്മളിപ്പം ഹൈ ലെഗ്സ് വെക്കുവാണെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു 10 സെന്റിമീറ്ററും കൂടെ ഹൈറ്റ് കൂടുമായിരുന്നു. ശരി. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് സാധനം എന്ന് പറയുന്നത് ഈ ടെയിൽ ലാമ്പുകളാണ്. ഈ വലുതും ഒരു ചെറുതും. ഇത് വെറുതെ ഇങ്ങനെ ഇതിൻ്റെ ഒരു പടം മാത്രം കണ്ടാൽ വാഹനപ്രേമികൾ പറയും ഇത് ഏത് വാഹനമാണെന്നുള്ള കാര്യം. അത്രയധികം മനസ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസ് നമുക്കൊന്ന് കാണാം. തരക്കേടില്ലാത്ത ബൂട്ട് സ്പേസ് ഉണ്ട് അല്ലേ? മോശമല്ലാത്ത ബൂട്ട് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ശരിക്കും ഈ പറഞ്ഞല്ലോ ഒരു ഡേ ടു ഡേ യൂസിനുള്ള വാഹനമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ലോങ് ട്രിപ്പിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു വാഹനമായിട്ട് തന്നെ കാണാവുന്നതാണ്. നമ്മളിപ്പോൾ പലപ്പോഴും ഇപ്പോൾ എൻ്റെ കയ്യിലൊക്കെയുള്ള BMW C4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ താപ്പാടെ കുറച്ചൊരു തുണി സഞ്ചി വയ്ക്കാവുന്ന അത്രയും സ്പേസേ ഉള്ളൂ. ഇത് പക്ഷേ അങ്ങനെയല്ല. തീർച്ചയായിട്ടും ഇത് ഇലക്ട്രിക്കലാണോ? അല്ല, നമുക്ക് വലിച്ചാൽ മതി. അത് ഗ്യാസ്. ഇതിൻ്റെ ഈ സ്പോയിലറിൻ്റെ വെയിറ്റ് കാരണം രാവിലെ എക്സസൈസ് ചെയ്യാനൊക്കെ പറ്റും. ഈ സാധനം ഒന്ന് പൊക്കി താത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് നിസാൻ. നമ്മളിവിടെ നിസാൻ എന്ന് പറയുന്നത് നമുക്ക് ആപ്പാടുള്ളൊരു മാഗ്നേറ്റാണ്, പാവപ്പെട്ടൊരു മാഗ്നേറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ നിസാൻ എന്ന് പറയുന്നത് എത്രത്തോളം ഈ പറഞ്ഞ പോലെ സ്പോർട്സ് കാറുകളിലും മറ്റും എൻഗേജ്ഡ് ആയിരുന്നു എന്നുള്ള മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം വാഹനങ്ങൾ കാണണം. സ്കൈലൈൻ എന്നുള്ള വലിയ ബാഡ്ജിങ് ഇവിടെ കാണാം, GTR എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം. അപ്പോൾ ഈ സ്കൈലൈൻ എന്നുള്ള ഈ ബാഡ്ജിങ് ഉള്ള വാഹനങ്ങളെല്ലാം തന്നെ GTR എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്? ഇല്ല, GTT എന്നാണ് വരുന്നത്. പക്ഷേ എനിക്ക് ഇത് വന്നപ്പോഴത്തേക്ക് ഇതിൽ ഒരു ബാഡ്ജിങ്ങും ഇല്ല, ഡീബാഡ്ജ്ഡ് ആയിരുന്നു. അപ്പം ഞാൻ ഇതിനകത്ത് മാക്സിമം GTR-ന്റെ പാർട്സ് ഇപ്പം അവൈലബിൾ അല്ല ഈസിലി. അപ്പം നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ അതെല്ലാം കളക്ട് ചെയ്യും. അപ്പം എനിക്ക് അങ്ങനെയാണ് ബാഡ്ജിങ് ജെനുവിൻ കിട്ടിയപ്പോഴത്തേക്കും അത് ഹംഗ്രിന്ന് വരുത്തിച്ചാ. അപ്പം അത് കിട്ടിയപ്പോഴത്തേക്കും ഞാനത് ഒട്ടിച്ചെന്നേ ഉള്ളൂ. ചിലർ മേടിച്ചിട്ട് അവർക്ക് ഒട്ടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഫുൾ കൺവേർഷൻ ചെയ്യുമ്പോഴേ ഒട്ടിക്കത്തുള്ളൂ. ഞാൻ കിട്ടിയപ്പോൾ ഒട്ടിച്ചു. പിന്നെ നമ്മൾ ഒരു ബാഡ്ജിങ് ഇല്ലാത്തതിലും നല്ലതല്ലേ. GTR-ന്റെ ബാഡ്ജിങ് ഉണ്ടെന്നേ ഉള്ളൂ, ആക്ച്വൽ നോട്ട് GTR അല്ല. അതുപോലെ എക്സോസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം കാര്യമായ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് എക്സോസ്റ്റ് ചെയ്തിരിക്കുന്നത്? അത് ഫുൾ കസ്റ്റം ZES എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഫുൾ റേസിംഗ് എക്സോസ്റ്റ് ആണ്. ഇൻക്ലൂഡിങ് നമ്മൾ ഹെഡേഴ്സ് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന്റെ സൗണ്ട് കുറയ്ക്കാൻ, സൗണ്ട് കൂട്ടാതിരിക്കാനായിട്ട് അതിന് റെസൊണേറ്റർ എല്ലാം വരുന്നുണ്ട്. അപ്പം നമ്മൾ അവിടുത്തെ പോലീസിന് ആകെ ഒരു പ്രശ്നമുള്ളത് നമ്മൾ ഒത്തിരി ലൗഡ് ആകരുത്. അത്യാവശ്യം നോർമൽ ഒരു സൗണ്ട് ആണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമില്ല. ഇപ്പം നമുക്ക് ലൗഡ് ആണ്, നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്തെന്നാൽ അത്യാവശ്യം ലൗഡ് ആണ്. അതുകൊണ്ട് ഇച്ചിരി ഒരു ഡാമ്പനർ പോലെ ഉള്ള ഒരു സൗണ്ട് ആണ് വരുന്നത്. അത് കുറച്ചുകൂടെ പെർഫോമൻസിന് ഒരു ഇതാണെന്ന് എനിക്ക് തോന്നിയത്. അതുപോലെ ശരിക്കും ഇത് 5 സീറ്റർ ആണ് അല്ലേ? ഇത് 4 സീറ്റർ ആണ്. ബാക്കിൽ സിംഗിൾ സീറ്റുകളാണോ? അല്ല, 2 ബക്കറ്റ് സീറ്റ്. പക്ഷേ നമ്മൾ കയറുന്ന ഒരു ചടങ്ങ്. നമ്മളിപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന GTR-ന്റെ റെപ്ലിക്ക സീറ്റ്സ് ആണ് ഇത് വരുന്നത്. പിന്നെ പുറകിൽ നമുക്ക് 2 പേർക്ക് ഇരിക്കാം. പക്ഷേ അത്യാവശ്യം തരക്കേടില്ലാത്ത അഡൽസിന് തന്നെ ഇരിക്കാൻ പറ്റും. നമുക്ക് ഉള്ളിലേക്കുള്ള ഇനി ഒന്നുകൂടെ നമുക്ക് കയറി കാണാം. എങ്കിലും പിൻഭാഗത്തേക്ക് ഈ ഒരു കോർണർ ഗ്ലാസ് ഒക്കെ കൊണ്ട് വലിയ ക്രാംഡായുള്ള ഫീലൊന്നും തോന്നില്ല അല്ലേ? ബാക്കി ഇരിക്കുന്നവർക്കും അങ്ങനെ തോന്നില്ല. പിന്നെ വളരെ വൈഡാണ്, കണ്ടല്ലോ ഈ ഫ്രണ്ട് ഡോർ എന്ന് പറയുന്നത് വളരെ വൈഡാണ്.
അത് ഫ്രണ്ടിലേക്ക് സീറ്റ് മാറ്റി കയറുന്ന രീതിയാണ്. അപ്പോൾ ഈ സൈഡ് സ്കേർട്ടിംഗ് ഒക്കെ നമ്മൾ പിന്നെ എക്സ്ട്രാ ചെയ്തതല്ലേ? എക്സ്ട്രാ ചെയ്തു, അത് നിസ്മോഡ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ വാഹനം എടുത്തിട്ട് എത്ര കാലം ഇപ്പം എടുത്തിട്ട് 1.5 വർഷമായി. 1.5 വർഷത്തിന് എടുത്തതിന് ശേഷം എത്ര രൂപ മുടക്കി കാണും ഇപ്പോൾ ഇതിൽ? അത് കാര്യം ഞാൻ കണക്ക് വെച്ചില്ല. അത് പിന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ തോന്നില്ല, കണക്ക് വെക്കുന്നില്ല. അപ്പം വേറെ ഏത് വണ്ടിയാണ് അവിടെ ഉപയോഗിക്കുന്നത്? വൈഫിൻ്റെ ഒരു Evo 7 ഉണ്ട്. അപ്പം പുള്ളിക്കാരി വർക്കിന് അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും സ്പോർട്സ് റിലേറ്റഡ് ആണ്, മോശമല്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് JDM കാസ് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇതിപ്പം എനിക്ക് അവിടുന്ന് തന്നെ കിട്ടിയ ഒരു വണ്ടിയാണ്. Evo ഞങ്ങൾ ജപ്പാനിൽ നിന്ന് പറഞ്ഞ് വരുത്തിച്ച വണ്ടിയാണ്. ശരി. അപ്പം നമുക്ക് അങ്ങനെ പ്രൈവറ്റ് ഇമ്പോർട്ട് ചെയ്യാം. ഇത് ഞാൻ അങ്ങനെ തപ്പിയപ്പോൾ എനിക്കങ്ങനെ നമുക്കറിയില്ല, നമ്മൾ ഇൻ പേഴ്സൺ പോയി കാണാതെ ഒരു വണ്ടി എടുക്കാനായിട്ട് ഒരു പേടിയുള്ളതുകൊണ്ട് ജപ്പാനിൽ അങ്ങനെ നമ്മൾ ഇത്രയും വില കൂടിയ ഒരു വണ്ടി എടുത്തില്ല. നമ്മൾ ഇൻ പേഴ്സൺ വണ്ടി കണ്ട് ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി എടുത്തത്. ജപ്പാനിൽ റൈറ്റ് സൈഡ് തന്നെ ആയതുകൊണ്ട്, സ്റ്റിയറിംഗ് റൈറ്റ് സൈഡ് ആയതുകൊണ്ട് ഓസ്ട്രേലിയയിലും അങ്ങനെ തന്നെ റൈറ്റ് സൈഡ് തന്നെയാണ് എളുപ്പത്തിൽ കൊണ്ടുവരും. ഇപ്പം റെനിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഗുണം അത് തന്നെ. കാരണം നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വണ്ടികൾ കൊണ്ടുവന്ന് ഇവിടെ ഈ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി കൊണ്ടുവന്ന് റൈറ്റ് സൈഡിൽ കിടക്കുക, ലെഫ്റ്റ് കൂടെ തന്നെ ഓടിച്ച് ആകെ പ്രാന്താവും. ഇതാകുമ്പോൾ നമുക്ക് നല്ല സുഖം, നമ്മൾ നാട്ടിൽ ഓടിക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ അത്ര വലിയ പെർഫോമൻസിന്റെ ട്യൂണിങ് അങ്ങനെയൊന്നും ചെയ്തിട്ട് നമ്മൾ ECU മാറിയിട്ടുണ്ട് ഓഫ് കോഴ്സ്. പക്ഷേ അത്ര നമുക്കിപ്പം ഹൈ സ്പീഡ് എടുക്കാൻ പറ്റില്ല. എന്നാലും ലോ സ്പീഡിൽ നമുക്ക് വലിയ കുഴപ്പമില്ല. ചെറിയ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് വരുന്നുണ്ട്, അതേ ഉള്ളൂ. ഞാൻ ഇവിടെ കണ്ടിട്ട് എനിക്ക് ആകെ ഒരു പ്രോബ്ലം ആയിട്ട് തോന്നിയുള്ളൂ. പിന്നെ ഹംസ് ആണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. പെട്ടെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ ഒരു സൈനും ഇല്ലാതെ ഹമ്പ് വരും, ബമ്പ് വരും, കുഴി വരും. അത് നമ്മൾ അന്നേരം സൈഡ് ചേർത്ത് എടുക്കാൻ നേരത്തെ അന്നേരം പുറകിൽ ഒരു 3-4 വണ്ടികളൊന്ന് ഹോൺ അടിക്കാൻ, അതാണ് ഒരു ഇഷ്യൂ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ബോണറ്റ് തുറന്ന് കാണാം, എഞ്ചിനൊന്ന് കാണാം. അത് ക്വിക്ക് റിലീസ്. അപ്പോൾ ഇതാണ് ഈ എന്താ പറയുക, ലോകത്തെ വാഹനപ്രകളെ ത്രസിപ്പിക്കുന്ന സ്കൈലൈൻ്റെ ബോണറ്റ് തുറന്ന് നമ്മൾ കാണുകയാണ്. ഇതിൽ നമ്മളിപ്പോൾ എക്സ്ട്രാ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ട്യൂണിങ് ചെയ്തു, നമ്മൾ ECU മാറിയിട്ടുണ്ട്, നമ്മൾ അപ്പെക്സ് ഇൻടേക്ക് വെച്ചിട്ടുണ്ട്, HKSന്റെ ബ്ലോ ഓഫ് വാൽവ് ഉണ്ട്, പിന്നെ ടർബോ ബോൾട്ടോൺ ആണ്. സാധാരണ ജെനുവിൻ TTക്ക് വരുന്നത് ടർബോ അടിയിലാണ്, ലോ മൗണ്ട് ടർബോ. അപ്പോൾ നമുക്ക് അടിയിലാണ് ടർബോ ഇരിക്കുന്നത്. അത് നമ്മൾ ചേഞ്ച് ചെയ്ത് ഗാരറ്റിന്റെ ടർബോ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ബോൾട്ടോൺ ടർബോ അപ്ഗ്രേഡ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇതിന്റെ ഫുൾ ഇൻടേക്ക് മൊത്തം മാറാനായിട്ടാണ്. അപ്പം അതെല്ലാം മാറണം. നെക്സ്റ്റ് അതാണ് അപ്ഗ്രേഡ്. ഇപ്പം BC റേസിംഗിന്റെ സസ്പെൻഷനാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കത് ഹാർഡോ സോഫ്റ്റ് ആക്കണം. ഇപ്പോൾ സോഫ്റ്റിലാണ്, ഫുൾ സോഫ്റ്റിലാണ് നടക്കുന്നത് ഇവിടെ ഓടിക്കുന്നതുകൊണ്ട്. നമുക്ക് ട്രാക്കിൽ പോകണമെങ്കിൽ നമ്മളത് തിരിച്ച് നമ്മൾ ഇതാക്കുക. അല്ലാതെ ലിഫ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ലിഫ്റ്റ് ചെയ്യാം, അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണ്. നമുക്ക് അതിന്റെ സ്പാനേഴ്സും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ടയർ ഷോപ്പിൽ പോയി ടയർ റിമൂവ് ചെയ്തിട്ട് വേണം ടേൺ ചെയ്താൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ കുറച്ച് ലിഫ്റ്റ് ചെയ്ത് ഓടിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതെ. പക്ഷേ ഇത് എനിക്ക് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഹംസിലൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നല്ലാതെ എനിക്ക് അവിടെ ഒരിടത്തും അടി തട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ ഷോപ്പിലോട്ട് കയറുമ്പം ഈ റോഡിന് എഡ്ജ് ഉള്ളതുകൊണ്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ട് വരും. നമ്മൾ റോഡിൽ തന്നെ പാർക്ക് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രില്ല് എന്ന് പറയുന്നത് ഇത് തന്നെയാണോ സ്കൈലൈൻ്റെ ഗ്രില്ല്? സ്കൈലൈൻ്റെ അതെ, ഇത് സ്കൈലൈൻ്റെ തന്നെ ഗ്രില്ലാണ്. പക്ഷെ നമ്മളത് എക്സ്ട്രാ മെഷ് വെച്ചിട്ടുണ്ട്. കാരണം ഒത്തിരി പ്രാണികൾ അടിക്കുന്നതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു മെഷ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം റനി പറയായിരുന്നു, നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കങ്കാരു എന്ന് പറയുന്ന സംഭവം. ഇവൻ 2 കാലം ചാടി റോഡൊക്കെ ക്രോസ് ചെയ്ത് പോകും. അപ്പോൾ ഞാൻ അടുത്ത കാലത്ത് ഒരു പുസ്തകം വായിച്ചപ്പോൾ തന്നെ അതിൽ പറയുന്നത്, അത് ദ മാൻ ഹു സൈക്കിൾ ദ വേൾഡ് എന്ന് പറയുന്ന പുസ്തകമാണ്. അതായത് ലോകം മുഴുവൻ സൈക്കിളിലോട്ട് ഒരാൾ, ഗിന്നസ് ബുക്കിലുള്ള ആളാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്വീഡിഷുകാരനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഏറ്റവും വലിയ പ്രശ്നം അഭിമുഖീകരിച്ചത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിൽ ഈ വലിയ ഹൈവേകളൊന്നും, അത് വലിയ രാജ്യമുള്ള ഹൈവേകൾ ഓടിച്ചു പോകുമ്പോൾ ഈ കങ്കാരുവിനെ വാഹനങ്ങൾ ഇടിച്ചിട്ടിട്ട് ഇങ്ങനെ ചീഞ്ഞ് കിടക്കും. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരം വാഹനങ്ങൾ ഓസ്ട്രേലിയയിൽ ഓടിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കങ്കാരുവിൻ്റെ പ്രശ്നമാണ് അല്ലേ? എന്താണ് അതിന് എടുക്കാൻ പറ്റുന്ന ഒരു പ്രിക്കോഷൻ? ഡേ ടൈം ഡ്രൈവിംഗ് ആണ് കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ പറ്റുന്നത് നമുക്ക് 4 വീൽ ഡ്രൈവ്സ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് അവിടെ വരുന്നത്. അതിനെല്ലാം വലിയ ബുൾബാർ വെച്ചാണ് വരുന്നത്. ഇടിച്ചാലും വണ്ടിക്ക് അധികം ഡാമേജ് വരില്ല. പക്ഷെ ഒരു സെഡാനോ ഒരു ഹാച്ചോ ഒക്കെ ആണെങ്കിൽ കങ്കാരുവിനെ ഇടിച്ചാൽ വണ്ടി റൈറ്റ് ഓഫ് ആണ്. പിന്നെ നമുക്കും ഡേഞ്ചർ ആണ് അത്. അപ്പം ഞാൻ മാക്സിമം ഹൈവേസിൽ ഞാൻ ഡേ ടൈമിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇന്റർസിറ്റി മാത്രമേ ഉള്ളൂ നൈറ്റ് ടൈമിൽ ഡ്രൈവ് ചെയ്യാറുള്ളൂ. അപ്പം പിന്നെയുള്ള ഫ്യൂവലിന്റെ ഇഷ്യൂ ആണ്. നമുക്ക് ഫുൾ ടാങ്കിന് 300-350 കിട്ടത്തുള്ളൂ. അത് ചോദിക്കാൻ പറ്റുമോ? മൈലേജ് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ്. മൈലേജ് എന്തായാലും ചോദിക്കണം, എന്താണ് മൈലേജ്? ഇപ്പം കേരളത്തിൽ വന്നിട്ട് ഫുൾ ടാങ്ക് 60 ലിറ്റേഴ്സിന് 250 ആണ് കിട്ടുന്നത്. അവിടെ ആയിരുന്നപ്പോൾ ഒരു 350 അടുത്ത് കിട്ടുമായിരുന്നു. എന്തായാലും ഇവിടെ ഈ കേരളത്തിൽ കങ്കാരു ഇല്ലാത്തതുകൊണ്ടാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ബുൾബാർ വെക്കരുതെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇൻറ്റീരിയർ കാണാം. അത് നമുക്ക് റെനിയോടൊപ്പം ഇരുന്ന് തന്നെ കാണാം.
അപ്പോൾ ഇതാണ് നിസാൻ സ്കൈലൈൻ GTTയുടെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 23 വർഷം പഴക്കമുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് കാണുമ്പോൾ അങ്ങനെ വളരെ പഴയ ഒരു എന്താണ് ലേഔട്ടും ഡിസൈനും ആണെന്ന് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ അല്ലെ സുസുക്കിയുടെ ഒക്കെ ഇന്റീരിയറിന്റെ ചെറിയ ലക്ഷണങ്ങൾ അത് പ്രത്യേകിച്ച് ഈ ഒരു മീറ്റർ കൺസോളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നാം. അപ്പൊ ഇതിലിപ്പോ എന്തൊക്കെയാണ് റെനി അഡീഷണൽ വന്നിരിക്കുന്നത്? എക്സ്ട്രാ ബൂസ്റ്റ് ഗേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓയിൽ പ്രഷർ, കാരണം ഇവിടെ വരുമ്പോൾ നമ്മുടെ ഓയിൽ പ്രഷേഴ്സ് വ്യത്യാസം വരും. കാരണം അവിടുത്തെ ടെമ്പറേച്ചർ ആയിരിക്കില്ല ഇവിടുത്തെ ടെമ്പറേച്ചർ. അപ്പം അതൊന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് ഓയിൽ പ്രഷർ സെൻസർ വെച്ച് ഓയിൽ പ്രഷർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ ബൂസ്റ്റ് ഗേജ്, നമ്മൾ ഇത് ഇച്ചിരി ബൂസ്റ്റ് ഇവിടെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ അവിടെ വെച്ച് ഞാൻ എക്സ്ട്രാ ഒന്ന് പവർ കൂട്ടാൻ നോക്കി, പക്ഷെ അത് അതിന്റെ ആവശ്യം തോന്നിയില്ല. ഒരു ചെറിയൊരു ഇൻസിഡന്റും ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഒരു 6 PSI ഇപ്പൊ റൺ ചെയ്യുന്നത്. 7 ആണ് ശരിക്കും തോന്നുന്നു. 18 ആയിരുന്നു ആദ്യം ഞാൻ ട്രൈ ചെയ്തത്. 18 ആയിരുന്നു. അപ്പൊ ഞാനത് കുറച്ചു. അത് എന്തിനാ ഇത് നമ്മളിപ്പോ ആലോചിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നത് എന്തിനാ ഇത്രയും പവർ? പിന്നെ വേറെ എക്സ്ട്രാ ചെയ്ത് നമ്മള് വേറെ എക്സ്ട്രാ ചെയ്തിരിക്കുന്നത് ഗിയർ നോബ് നിസ്മോ GTTയുടെ ജെനുവിൻ ഗിയർ നോബാണ്. ഇത് നമ്മള് വെളിയിൽ നിന്ന് വരുത്തിച്ചത് തന്നെയാണ്. ഇത് 5 സ്പീഡാണ് അല്ലേ? ഇത് 5 സ്പീഡാണ്. GTR 6 സ്പീഡാണ്. പിന്നെ ഒരു 4 സ്പീഡ് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. 4 സ്പീഡ് ഓട്ടോമാറ്റിക് ഉണ്ട്. അത് നോൺ ടർബോ വേരിയന്റും ഉണ്ട്. GTTക്കും അത് വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് മാനുവൽ മതിയെന്ന് തീരുമാനിച്ചത്? എനിക്ക് നമ്മളൊരു JDM കാർ എടുക്കുമ്പം മാനുവൽ വണ്ടിയാണ് നല്ലത്. കാരണം നമുക്ക് ആ ഫീൽ ചെയ്ത് ഓടിക്കാൻ എപ്പോഴും മാനുവൽ ആണ് നല്ലത്. അപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ മാനുവൽ തന്നെ ഓടിച്ചാണ് പഠിച്ചത്. അപ്പം എൻ്റെ ആകെ ഉള്ളത് ഒരു സ്വിഫ്റ്റ് ഉണ്ട്. അത് മാത്രം ഓട്ടോമാറ്റിക് ഉള്ളൂ ഡെയിലി ഓടിക്കാനായിട്ട്. ബാക്കി എല്ലാ വണ്ടികളും മാനുവൽ തന്നെ മാക്സിമം കീപ്പ് ചെയ്യുന്നത്. ഈ കൺസോളൊക്കെ സ്റ്റോക്കാണ്. അതെല്ലാം സ്റ്റോക്കാണ്. ഇവിടെ ഇത് എക്സ്ട്രാ ആണ്. അത് എക്സ്ട്രാ ആണ്. കാരണം നമ്മള് ആപ്പിൾ ഇപ്പം മ്യൂസിക് ഒക്കെ എല്ലാം ഒന്ന് പ്ലേ ചെയ്യണമെങ്കിൽ ബ്ലൂടൂത്ത് എല്ലാം വേണ്ടതുകൊണ്ട് ഫുൾ ആപ്പിൾ. ഇവിടെ അല്ലെങ്കിൽ എന്തായിരുന്നു ഈ സ്ഥലത്ത്? അവിടെ നമുക്ക് ഗേജസ്, നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് വേണം എക്സ്ട്രാ ഗേജസ് വെക്കാനുള്ള ഇതുണ്ട്. അല്ലെ ചെറിയൊരു മ്യൂസിക് സിസ്റ്റം ആയിരുന്നു, അതെടുത്ത് മാറ്റി. അതൊരു ജസ്റ്റ് 1 ഇതാ വരുന്നത്. പിന്നെ ഇത് നമ്മൾ എക്സ്ട്രാ വെച്ചതാ വിത്ത് ഇൻബിൽറ്റ് സ്പീക്ക് ചെയ്ത് മൈക്കും കാര്യങ്ങളും എല്ലാം ആയിട്ട്. പിന്നെ നിസ്മോയുടെ ഒറിജിനൽ കാർപ്പറ്റ്സാ വരുന്നത്. നമ്മൾ അതും പ്രത്യേകം കമ്പനിയിൽ നിന്ന് വരുത്തിച്ചതാ. പിന്നെ ഇവിടെ ഒരു HKSന്റെ ടർബോ ടൈമർ ഉണ്ട്. അത് നമ്മുടെ ടർബോ ഇപ്പം ഗ്യാരറ്റിന്റെ ടർബോ ആയതുകൊണ്ട് നമ്മൾ വണ്ടി പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും ടർബോ ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. ബട്ട് ടർബോ ടൈമർ വെച്ച് നമുക്ക് അത്യാവശ്യം അത് നമ്മൾ ഒന്ന് ഓഫ് ചെയ്താലും അത്യാവശ്യം അതിനകത്ത് കറണ്ട് കൊടുത്ത് അതൊന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ടേ അത് ഓഫ് ആകത്തുള്ളൂ. അപ്പം പെട്ടെന്ന് ടർബോ പോകാന്ന് പറയുന്ന വണ്ടിയുടെ എഞ്ചിൻ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ പ്രൊട്ടക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ബേസിക് ചെയ്തിരിക്കുന്നു. ഈ മീറ്ററുകൾ എന്തൊക്കെയാണ്? ഇത് ബാറ്ററി ലെവൽ കാണിക്കുന്നതാണ്. പിന്നെ ഇത് ഓയിലിന്റെ ലെവല്. ഇത് ടർബോയുടെ അതാണ് ടർബോയുടെ ഒരു മീറ്റർ കൂടെ ഉണ്ട് അല്ലേ? അത് ഫാക്ടറി വരുന്നതാണ്. നമ്മൾ അതിനൊക്കെ മാറ്റം വരുത്തിയല്ലോ. ഇത് നമ്മൾ മാറ്റം വരുത്തി, പക്ഷെ നമുക്ക് അത് ഇതിൽ സ്റ്റിൽ റീഡ് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഇത് മാറ്റിയിട്ട് ഇപ്പൊ GTR ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു MFD സ്ക്രീനാണ് വരുന്നത്. അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. GTR ആണ്. അപ്പൊ നമുക്ക് GTR ഫുൾ കൺവേർഷൻ ചെയ്യുമ്പോൾ ഈ ഒരു പാനൽ മാറ്റിയിട്ട് ഇവിടെ ഒരു MFD സ്ക്രീൻ വെക്കും. അപ്പം GTRന്റെ ഇന്റീരിയറുമായിട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക ഒരു ഓൾഡ് സ്കൂൾ സാധനവും GTR എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഇന്റീരിയറുള്ള അതിന്റെ ഒരു റേസ് പാക്ക്. നമ്മളിപ്പം ബെൻസിന്റെ C63 AMGയും C63 നമ്മൾ ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അത് വളരെ നല്ലൊരു ഉദാഹരണമായി പറഞ്ഞത്. ബെൻസിന്റെ ഏതൊരു വാഹനത്തിനും ഇപ്പം AMG വേർഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ പവർഫുൾ ആയിരിക്കും. അതുപോലെ അതിന് പറ്റുന്ന ചില കിറ്റുകളുണ്ടാവും, AMG കിറ്റൊക്കെ. അങ്ങനെയാണ് നമുക്ക് ശരിക്കും ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാവുന്ന തോന്നുന്നു അല്ലേ? പിന്നെ എത്ര എയർ ബാഗ് ഒക്കെ ഉണ്ട് ഇതിലിപ്പോ 2 എണ്ണമാണ് ഉള്ളത്. ഫ്രണ്ടിൽ 2, അത് മാത്രമേ ഉള്ളൂ അറ്റ് ദ മൊമെന്റ്. അതുപോലെ ഗ്ലോ ബോക്സ് ഒന്നും തരക്കേടില്ലാത്ത വലുപ്പമുണ്ട്. അതിൽ പൈസയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നാന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഈ വാഹനം എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ചെയ്തോ? ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ വണ്ടി ഒന്ന് ഡീറ്റെയിലിംഗ് ചെയ്തായിരുന്നു. പിന്നെ കോയമ്പത്തൂർ വരുന്ന വഴി ഹമ്പിലിടിച്ച് ചെറുതായിട്ട് ഫ്രണ്ട് ഇച്ചിരി പെയിന്റ് പോയി. അതൊന്ന് റീപെയിന്റ് ചെയ്തു എൻ്റെ ഫ്രണ്ടിന്റെ ഗരാജിൽ. പിന്നെ വണ്ടി ഒത്തിരി ഡസ്റ്റ് ആയതുകൊണ്ട് എല്ലാം ഒന്ന് ഫുൾ ക്ലീനും പോളിഷും ചെയ്യാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പ് ഉണ്ട്, യുണീക്ക് എന്ന് പറഞ്ഞ്. അത് പാമ്പാടിയിലുള്ളതാണ്. നമ്മുടെ സ്വന്തം, നമ്മുടെ നാട്ടിലെ. അതെ, സ്വന്തം നാട്ടിലെ എനിക്കത് കണ്ടപ്പോ തോന്നുന്നു ഉണ്ണിയുടെ ബാഡ്ജിങ് ആണ് ഈ കാണുന്നത്. ഉണ്ണി അവിടെ നമ്മൾ വാഷ് ചെയ്യാൻ കൊടുത്താൽ ഇങ്ങനെ സാധനം തൂക്കിയിട്ട് തരും. അത് വെള്ളൂര് നമ്മുടെ സ്വന്തം എന്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ ഒരു 3 ദിവസം എടുത്തു ഫുൾ ഡീറ്റെയിൽ ചെയ്ത്. പുള്ളി എനിക്ക് ഗ്രാഫൈൻ കോട്ടിങ്ങും ചെയ്തു തന്നു. അപ്പൊ ഇത് നല്ല വണ്ടിയല്ല, എന്നാ പിന്നെ അതും കൂടെ ചെയ്തേക്കാന്ന് പറഞ്ഞ പുള്ളി അതും കൂടെ ചെയ്തു വണ്ടി തന്നെ. അപ്പം വണ്ടി ഇപ്പൊ അതുകൊണ്ട് നല്ല ഷൈനിങ് ആണ്. അപ്പം ഇന്റീരിയർ എല്ലാം ഫുൾ ഡീറ്റെയിൽ. അത് 2-3 ദിവസം അവരെടുത്ത് പണിയെടുത്ത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. എനിക്ക് തോന്നുന്ന മറ്റു കാര്യം വെച്ചാൽ ഇപ്പൊ ഇതിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലും നമുക്ക് ഇതിന്റെ ഒരു വെയിറ്റും അതുപോലെ തന്നെ ഇതിന്റെ ഒരു എന്താ പറയുക ഒരു സേഫ്റ്റി ഫീലും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ?
അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നല്ലൊരു എന്താ ഒരു ഇരുമ്പ് ചട്ടക്കൂടിനകത്തിരിക്കുന്നു. ആ വെയിറ്റ് ഓടിക്കുമ്പോഴുണ്ടല്ലോ അല്ലേ? ഓടിക്കുമ്പോഴും ഉണ്ട് നമുക്ക്. പക്ഷെ അതിന്റെ പവർ അനുസരിച്ച് നമ്മൾ ആ നിലത്തോട്ട് ഇരുന്നാണ് പോകുന്നത്. പിന്നെ ഇച്ചിരി ഗ്രൗണ്ട് ക്ലിയറൻസും കുറവായതുകൊണ്ട് നമുക്കൊരു എക്സ്ട്രാ ഒരു സേഫ്റ്റി, ഒരു ട്രാക്കിൽ ഓടിക്കുന്ന ഒരു ഫീൽ എപ്പോഴും ഉണ്ട്. പിന്നെ എനിക്ക് സീറ്റും കൂടി ആകുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു ഫീൽ കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കമ്പാർട്ട്മെന്റ് ഉണ്ട്. നമുക്ക് ഇവിടെ ചെറുതുണ്ട്, പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ സിഗരറ്റിന്റെ ഡാഷ് ഇതുണ്ട്. അപ്പോൾ എന്തായാലും ഏറ്റവും പുതിയ വണ്ടികൾ കാണുന്ന പോലെ സൺറൂഫ് അത്തരം കാര്യങ്ങളൊന്നുമില്ല, അതൊന്നും ആവശ്യവുമില്ല ഇത്തരം വാഹനങ്ങളിൽ. അതുപോലെ മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ സാധാരണ മീറ്റേഴ്സ് ഒക്കെ തന്നെയാണ് കാണുന്നത് അല്ലേ? പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് 180 വരെ ഇതിന്റെ സ്പീഡ് ലിമിറ്റ് ഉള്ളൂ. അത് കിലോമീറ്റർ ആണ്. അത് പണ്ടത്തെ ജെന്റിൽമാൻ എഗ്രിമെന്റ് പ്രകാരം വണ്ടിക്ക് പവർ 280 ഹോഴ്സ് പവർ സ്റ്റോക്ക് വരുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ വണ്ടി 180 പോകത്തുള്ളൂ. അവരന്ന് ഒരു നിയമം വെച്ചായിരുന്നു, കാരണം ജപ്പാനിൽ ഒത്തിരി ആക്സിഡന്റ്സ് നടക്കുന്നു, അതുകൊണ്ട് വണ്ടികളുടെ സ്പീഡ് കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ ഒരു നിയമം ഇറക്കി. അപ്പം ഇവർ ചെയ്തെന്താന്ന് വെച്ചാൽ ഈസി ആയിട്ട് ഒരു 180യുടെ ഒരു കിട്ടും. നമുക്ക് പക്ഷെ നമുക്ക് അറിയാൻ പാടില്ല, നമ്മളിപ്പോ 180ക്ക് മേളിലാണ് നമ്മൾ എത്ര സ്പീഡ് പോകുന്നതെന്ന് അറിയാൻ പാടില്ല. അത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഹാൾടെക്കിന്റെ നമുക്ക് ഒരു ഫുൾ ഈസി ഇത് കിട്ടും, സ്ക്രീൻ കിട്ടും. അപ്പൊ നമ്മൾ ഇത് മൊത്തം റീപ്ലേസ് ചെയ്ത് അത് വെക്കുവാണെങ്കിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. പക്ഷെ അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു OEM ലുക്ക് പോകും. അതുപോലെ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയൊന്നും ഈ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഇതിന്റെ സ്റ്റോക്ക് സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം ഇത് GTR തന്നെ റെപ്ലിക്ക സീറ്റ്സ് ആണ് വരുന്നത്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആ ഒരു ലെതറിന്റെ വേണമെങ്കിൽ നമുക്ക് ഇതൊരു ആൽക്കണ്ടാരയുടെ റെപ്ലിക്ക നല്ല ഗ്രിപ്പ് കിട്ടും, ഇരിക്കുമ്പോൾ ഒരു കംഫർട്ടും ഉണ്ട്. അതുപോലെ ബാക്കിലേക്ക് വരുമ്പോൾ ഇപ്പം നമ്മുടെ ബാക്കിൽ നമ്മുടെ ക്യാമറാമാൻ ശ്യാം ഇരിക്കുകയാണ്. എങ്കിലും ഇവിടെ ഇപ്പോൾ കൃത്യമായി 2 പേർക്ക് ഇരിക്കാവുന്ന രീതിയാണ്. അതായത് ഇവിടെ ഒരു ഇത്തിരി എന്താണ് ഉയർന്നു നിൽക്കുന്നൊരു ഭാഗമുണ്ട്, അതുകൊണ്ട് 2 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ശരിക്കും പറഞ്ഞാൽ തരക്കേടില്ലാത്ത ലെഗ് സ്പേസ് ഉണ്ടെന്ന് പറയാം അല്ലേ? ഉണ്ട്. നമ്മളിപ്പോ സീറ്റ് ഇച്ചിരി ഫ്രണ്ടിലോട്ട് കയറ്റി കിട്ടുന്ന 2 അഡൾട്ട്സിന് തന്നെ ഇരിക്കാം. പക്ഷെ ഒരു കംഫർട്ട് നമ്മൾ സസ്പെൻഷൻ ഇപ്പൊ ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു കംഫർട്ട് ഇല്ല. അതുകൊണ്ട് നമ്മൾ ആരെയും റെക്കമെൻഡ് ചെയ്യാറില്ല, കാരണം അവർക്ക് ഓരോ ഹമ്പും ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കണ്ടല്ലോ ബൂട്ട് സ്പേസ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ 4 പേർക്ക് ചെറിയ ദൂരം ദീർഘദൂര യാത്രയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. ഇവിടെയും വലിയ സെൻട്രൽ ടണൽ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നടുവിൽ ഒരാൾക്ക് അസാധ്യമാണ് ഇരിക്കാനെന്ന് പറയാം. ഇതൊക്കെ ഈ കാർപ്പറ്റിൻ്റെ ബാഡ്ജിങ്, നിസ്മോ എന്നുള്ള ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ നമുക്കിനി കേൾക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും കാത്തിരിക്കുന്നത് എന്തായിരിക്കും? ഒച്ചയായിരിക്കും, എക്സോസ്റ്റ് ആണല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ ഞങ്ങൾ വെളിയിൽ നിൽക്കാം, ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഒന്ന് കേൾപ്പിച്ചാൽ. ഉറപ്പായിട്ടും. നിസാൻ R34 സ്കൈലൈൻ GTT ലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഓടിക്കുന്നില്ല. കാരണം വെച്ചാൽ
നമ്മൾ ഈ കാർനെറ്റ് വഴി വരുന്ന വാഹനങ്ങൾ മറ്റുള്ളവർ ഓടിക്കരുതെന്നാണ് നിയമം. നമ്മൾ നിയമം തെറ്റിക്കുന്നില്ല. കാരണം എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ വരുന്നതാണ്, അത് എല്ലാവരും കാണുന്നതുമാണ്. അതുകൊണ്ട് നമുക്ക് റെനിയോട് തന്നെ ഇതിൻ്റെ ഒരു ഡ്രൈവിങ്ങിൻ്റെ രീതികളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചിട്ടൊക്കെ വന്നപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് വാഹനത്തിൻ്റെ സ്പെക്കൊക്കെയാണ്. അതായത് 343 ന്യൂട്ടൺ മീറ്റർ മാക്സിമം ടോർക്ക്, അതുപോലെ തന്നെ 276 bhp മാക്സിമം പവർ, അത്തരം കാര്യങ്ങളൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതൊന്നും അല്ലല്ലോ. അല്ല, ഇച്ചിരി നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ ടർബോ മാറ്റി, എക്സോസ്റ്റ് സിസ്റ്റം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു എക്സ്ട്രാ ഒരു 50 ഹോഴ്സ് പവർ കയറിയിട്ടുണ്ട്. നമ്മൾ അധികം ചെയ്തിട്ടില്ല, കാരണം ടർബോ വെച്ചപ്പോഴായാലും നമ്മൾ ബോൾട്ട് ഓൺ ടർബോ ചെയ്തുകൊണ്ട് അധികം പവർ കയറിയിട്ടില്ല. ഒരു നോർമൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, നമുക്ക് ആവശ്യത്തിനുള്ള പവർ മാത്രമേ ഇപ്പോൾ വണ്ടിക്കുള്ളൂ. ഇപ്പം നമ്മൾ ഇച്ചിരി കാല് കൊടുക്കുമ്പോൾ ഇച്ചിരി അത്യാവശ്യം സ്പീഡിൽ പോകും വണ്ടി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു 325 bhp ഉണ്ട് അല്ലേ? അപ്പൊ ടോർക്കൊക്കെ മാറി, ടോർക്കിന്റെ കർവൊക്കെ മാറിയിട്ടുണ്ട്, എല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ സ്റ്റോക്കിന്റെ ഞാൻ നോക്കിയപ്പോ കണ്ടത് 4.8 seconds ആണ് 100 കിലോമീറ്റേഴ്സ് എടുക്കാൻ. അതെ, ഇതപ്പോ ഒരു 4 താഴെ ആയിരിക്കണം. ഒരു ഓൾമോസ്റ്റ് ഒരു ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പൊ ഒരു നമുക്കൊരു 3.9 അല്ലെ 4 അത്രയും സെക്കൻഡിൽ നമുക്ക് 100 എത്താൻ പറ്റും. അപ്പൊ പിന്നെ വേറെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് പറയാവുന്ന കാര്യം? പിന്നെ ഇപ്പോൾ നമ്മൾ അതിന്റെ ഫ്ലോ ഓഫ് വാൽവിന്റെ ഒച്ച, നമ്മൾ ഓരോ ഗിയർ ഷിഫ്റ്റിംഗിലും നമുക്ക് ആ ഒച്ച എവിഡന്റ് ആണ്. പിന്നെ എക്സോസ്റ്റ് നമ്മൾ അധികം ലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര പ്രശ്നം വരുന്നില്ല ഡെയിലി നമുക്ക് ഓടിക്കാനാണെങ്കിലും. പിന്നെ ബക്കറ്റ് സീറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് നമുക്ക് ഇരുന്ന്. ഞാനിപ്പോ ചെന്നൈയിൽ നിന്ന് ഇവിടം വരെ, കോട്ടയം വരെ ഒറ്റ സ്ട്രെച്ചിന് ഓടിക്കുമായിരുന്നു. അപ്പം അന്നേരം അതിൻ്റെതായ ഡിഫിക്കൽട്ടി ഒന്നും വന്നില്ല. നമ്മൾ ഫ്യൂവൽ അടിക്കാൻ വേണ്ടി മാത്രമേ ഇടയ്ക്ക് നിർത്തേണ്ടി വരും. അത് മാത്രമേ നമുക്ക് ആകെ ഒരു ഇത് വന്നിട്ടുള്ളൂ. വേറെ പ്രശ്നങ്ങളായിട്ട് ലോങ് ഡ്രൈവിന് ഇത്രയും ഞാൻ ലോങ് ഡ്രൈവ് ആദ്യമായിട്ടും ചെയ്യുന്നത് 800 കിലോമീറ്റേഴ്സ് ഒക്കെ ഒറ്റ സ്ട്രെച്ചിന് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സാധാരണ നമ്മളൊരു 300-400 ഒക്കെ ചെയ്തിട്ട് ബ്രേക്ക് എടുക്കാറുണ്ട്. ഇത് ഒറ്റ സ്ട്രെച്ചിന് വന്നു, ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഇടയ്ക്കൊന്നും നിർത്തേണ്ട വന്നു, അങ്ങനെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസോ അങ്ങനെ ഒന്നും വന്നില്ല. ഇത് ഓൾ വീൽ ഡ്രൈവ് ആണോ? ഇത് ഓൾ വീൽ ഡ്രൈവ് അല്ല, ഇത് റിയർ വീലാണ്. പക്ഷേ റിയർ സ്റ്റിയർ ഉണ്ട് ഇതിന്. എന്താണ് അതിന്റെ പ്രത്യേകത പറയാമോ? എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സർട്ടൻ ആംഗിളിൽ വണ്ടിയുടെ റിയർ ടയർ ചെറുതായിട്ടൊന്ന് ടേൺ ചെയ്യും. അപ്പൊ നമ്മുടെ ടേണിംഗ് ആംഗിൾ കൂടും. ഇപ്പൊ എനിക്ക് ഇവിടുത്തെ യു ടേൺ ഒക്കെ എടുക്കാനായിട്ട് നോർമൽ കാറിനേക്കാളും കുറച്ചുകൂടെ ഈസിയാണ്. ചെറുതായിട്ടൊന്നും ഇല്ല, അത് നമ്മൾ നോട്ടീസബിൾ പോലും അല്ല. പക്ഷെ അതിന് പ്രത്യേകം മോട്ടർ ഉണ്ട് താഴെ. അത് GTR-നും ഉണ്ട്, എല്ലാ GTT-ക്കും ഇല്ല, ചില സ്പെക്കിലുള്ള വണ്ടികൾക്ക് മാത്രമേ അതും ഉള്ളൂ. 2000-ലുള്ള സംവിധാനമാണ് ആലോചിക്കണം. 2000-ലുള്ള സംവിധാനമാണ്. 2000-ൽ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എത്രയോ മുന്നിലായിരുന്നു അന്ന് തന്നെ ജപ്പാൻകാർ. ഇപ്പൊ വളരെ മുന്നിലാണ്, അന്നൊക്കെ എത്രയോ മുന്നിലായിരുന്നു കാണാം. പിന്നെ ഇതിന് ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് മാനുവലി ഓഫ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ ഒരു ഡ്രിഫ്റ്റിംഗ് ഇവന്റിന് ട്രാക്കിലൊക്കെ ഇറക്കണമെങ്കിൽ നമുക്ക് ഇതിന്റെ ട്രാക്ഷൻ കൺട്രോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഓഫ് ചെയ്ത് ഓടിച്ചെന്ന് നമുക്ക് സാധാരണ എല്ലാവരും S15, S13 അങ്ങനെയുള്ള വണ്ടികളാണ് നമുക്ക് കൊടുക്കുന്നത് ഡ്രിഫ്റ്റിങ്ങിന്. നമുക്ക് ഈ വണ്ടി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡ്രിഫ്റ്റിംഗിന് യൂസ് ചെയ്യാം. ഇതൊക്കെ അവിടെ ചെയ്യാറുണ്ടോ? അവിടെ ചെയ്യാറില്ല. ഞാനിപ്പോഴും നമ്മുടെ വണ്ടി കൊണ്ട് അങ്ങനെ ചെയ്യാം. നമുക്ക് അവിടെ വണ്ടികൾ അവൈലബിൾ ആണ്. നമ്മളിപ്പോ ഡ്രിഫ്റ്റ് സ്കൂൾസ് ഉണ്ട് അവിടെ. ഞങ്ങൾക്ക് എല്ലാ വീക്കെൻഡിലും അവിടെ ഡ്രിഫ്റ്റിന്റെ സ്കൂളുണ്ട്. അപ്പൊ അവിടെ ചെല്ലുവാണെങ്കിൽ അവരുടെ വണ്ടിയിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അതിനൊരു സർട്ടൻ എമൗണ്ട് നമ്മൾ കൊടുത്താൽ മതി. നമ്മുടെ വണ്ടി ഇത്രയും റയർ വണ്ടി, പിന്നെ എഞ്ചിനൊക്കെ ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഹൈ എൻഡിലായിരിക്കും ഓടിക്കേണ്ടി വരുന്നത്. നമ്മുടെ വണ്ടി റിസ്ക് എടുക്കാൻ നമുക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ട്രാക്കിനും പോകാറില്ല. പക്ഷെ ആവശ്യത്തിന് മാത്രം നമ്മൾ വണ്ടി ഓടിച്ചോണ്ട് നടക്കും. സസ്പെൻഷന്റെ കാര്യമാണെങ്കിൽ ഞാൻ വായിച്ചിടത്തോളം മൾട്ടി ലിങ്ക് കോയിൽ സ്പ്രിംഗും ഡാമ്പേഴ്സും ആന്റി റോൾ ബാറും ഒക്കെയാണ്. നമ്മളിപ്പോ അല്ലാതെ അതിൽ വേറെ ഒന്നും നമ്മൾ ഫുൾ സസ്പെൻഷൻ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഫുൾ സസ്പെൻഷൻ മാറ്റിയിട്ട് ഫുൾ BC റേസിംഗിന്റെ ഫുൾ റേസിംഗ് സസ്പെൻഷൻ ആണ് കയറ്റിയിരിക്കുന്നത്. അപ്പം നമുക്ക് അത് അഡ്ജസ്റ്റബിൾ ഹൈറ്റും ആണ്. നമുക്ക് അതിന്റെ സ്റ്റിഫ്നെസ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഇപ്പൊ നമ്മൾ ട്രാക്കിൽ പോവാണെങ്കിൽ നമുക്ക് സസ്പെൻഷൻ കുറച്ചുകൂടെ സ്റ്റിഫ് ആയിട്ട് വേണം. അപ്പൊ നമ്മൾ അതിന്റെ അകത്ത് കയറിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. നമ്മൾ ബോണറ്റിന്റെ അകത്ത് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കത് ബോണ്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വണ്ടി ലോവേർഡ് ആകാൻ കാര്യം സസ്പെൻഷൻ മാറ്റിയതാണ്. സസ്പെൻഷൻ മാറ്റി ഞാൻ കുറച്ച് വെച്ചിരിക്കുന്നതാണ് സസ്പെൻഷന്റെ ഹൈറ്റ്. ആ ഒരു സ്റ്റാൻസിന് വേണ്ടിയിട്ട് നമുക്കിപ്പം ഒരു മെക്കാനിക്കിന്റെ അടുത്തുകൊണ്ട് നമ്മൾ ടയർ ഊരുന്ന അവർക്ക് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു 15-20 മിനിറ്റ്സ് മാക്സിമം എടുക്കത്തുള്ളൂ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ സ്റ്റോക്കിൽ വരുന്ന ബ്രംബോയുടെ 4 ഡിസ്ക് ബ്രേക്കാണ്. ഇതിന്റെ ബ്രംബോ അല്ല, ഇതിന്റെ നിസാന്റെ തന്നെ ജെനുവിനാ വരുന്നത്. ബട്ട് ഞാൻ GTR-ന്റെ എഞ്ചിൻ ഇവൻച്വലി മാറ്റുവാണെങ്കിൽ ഞാൻ അതിന്റെ എഞ്ചിൻ, കാരണം നമുക്ക് സ്റ്റോപ്പിംഗ് പവർ കുറച്ചുകൂടെ വേണം. അതാണ് ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത്. നമ്മളൊരു എത്രയും പവറുള്ള ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ സ്റ്റോപ്പിംഗ് പവറും കൂടെ നോക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു R35 GTR-ന്റെ കിറ്റ് അവൈലബിൾ ആണ്, ഇതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പം അത് R35-ന്റെ ഡിസ്ക് ബ്രേക്ക് ഫുൾ സെറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പ്ലാൻ ചെയ്യാം.
അതുപോലെ സ്റ്റിയറിംഗ് റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? ഈ പറഞ്ഞ നമ്മൾ സാധാരണ സ്പോർട്സ് കാറുകളിൽ സ്പീഡ് കൂടുമ്പോൾ കുറച്ചൊന്ന് ഹെവി ആകുന്ന രീതി, അത്തരം രീതികളൊക്കെ അങ്ങനത്തെ യാതൊരു പ്രോബ്ലംസും ഇല്ല. നമ്മളിപ്പോ അത്ര ഒരു 180 പോയാലും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റൊരു പ്രോബ്ലം ആയിട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ കുറച്ചുകൂടി സ്റ്റിഫ് ആകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കൂടുകയും ഓവർ സ്റ്റിയർ ചെയ്ത് പോകാതിരിക്കാനൊക്കെ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഇപ്പൊ പുതിയ വണ്ടികളിലൊക്കെ അധികം കാണുന്നുണ്ട്. ഇത് പക്ഷെ ആ ഒരു ഇതില്ല. ഇത് 2000 ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ടെക്നോളജീസ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഒറ്റ സെറ്റിംഗേ ഉള്ളൂ. അപ്പൊ ആ ഒരൊറ്റ ഇതിൽ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ ഓസ്ട്രേലിയയിലെ ഗംഭീരമായ റോഡുകളിൽ ഓടിച്ചിട്ട് കേരളത്തിൽ വന്ന് ഓടിച്ചപ്പോഴും വലിയ ബുദ്ധിമുട്ടില്ലാതെയൊക്കെ അങ്ങനെ ഓടിക്കുന്നുണ്ട്. പിന്നെ വളരെ ശ്രദ്ധിച്ചാണ്. അതെ. നമ്മള് കാരണം കോയമ്പത്തൂർ വെച്ച് ഞങ്ങൾ വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി സ്ഥലത്ത് ഹമ്പില് ബമ്പർ ഇടിച്ച് ബമ്പർ കുറച്ച് ഡാമേജ് ഒക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് മാക്സിമം കെയർഫുൾ ആയിട്ട് തന്നെയാണ് എല്ലാ റോഡിലും പോകുന്നത്. അതുപോലെ ഈ ഫ്യൂവലിന്റെ പ്രശ്നമുണ്ടോ? ഫ്യൂവൽ ഇവിടുത്തെ നമ്മുടെ ഈ ഒക്ടൈൻ ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ഞാനത് ലോ ബൂസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെ, കാരണം നമ്മുടെ ഫ്യൂവൽ കോമ്പാക്റ്റബിലിറ്റി ഞാൻ 95 ആക്കിയായിരുന്നു പോകുന്നതിന് മുമ്പ്. അപ്പൊ ഞാൻ എന്നിട്ട് വണ്ടി ഇത്രയും പഴയതായതുകൊണ്ട് തന്നെ ഒരു 4 മെക്കാനിക്കിന്റെ അടുത്ത് പോയി വണ്ടി ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തു. കാരണം മേക്ക് ഷുവർ ചെയ്യണല്ലോ, കാരണം വണ്ടി ബ്രേക്ക് ഡൗൺ ആകരുത്. അപ്പൊ അവരെല്ലാം എനിക്ക് അവരുടെ ഒരു 20 സ്റ്റേജ് ഇതുണ്ട്, ചെക്ക് ഉണ്ട്. അപ്പൊ 4 മെക്കാനിക്കും അതിലെനിക്ക് ക്ലിയറൻസ് തന്നു. പിന്നെ അവർ പറഞ്ഞു, നീ ഇത്രയും പോവാണ്, റോഡ് മോശമാണെങ്കിൽ ചില പാർട്സുകൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് നമ്മുടെ ലിങ്കാമിന്റെ എല്ലാം സ്പെയർ പാർട്സ് ഇതിന്റെ ലിസ്റ്റ് തന്നു. അതും എല്ലാം നമ്മൾ മേടിച്ചിട്ടാണ് വന്നത്. പക്ഷെ മേടിക്കാതിരുന്ന നമ്മുടെ ബ്രേക്ക് പാഡ്സ് ആണ്. ഒരു സെറ്റ് ബ്രേക്ക് പാഡും കൂടെ മേടിക്കണമായിരുന്നു. അത് ഇവിടെ കാരണം ഇവിടെ ഒത്തിരി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ട വരുന്നുണ്ട്. അപ്പം സാധാരണഗതിയിൽ ബ്രേക്ക് പാഡ് എത്ര കാലം വരെ നിൽക്കും? എന്റെ 20,000 ഒക്കെ ഈസി ആയിട്ട് വരാറുണ്ട്. പക്ഷെ ഇവിടെ യൂസിന് ഒരു 5,000 അല്ലെ 7,000 മാറേണ്ട വരും. കാരണം അല്ലെ ഡിസ്കും ഡാമേജ് ആവും. അതുകൊണ്ടാണ്, അല്ലാതെ തേഞ്ഞ് തീരുന്നോണ്ടല്ല. നമ്മളൊരു ഇച്ചിരി ബാക്കിയുള്ളപ്പോൾ എന്തായാലും മാറും. അത് ഡാമേജ് ആകാതിരിക്കാൻ, ഡിസ്ക് ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും കേരളത്തിലെ റോഡുകളിൽ ഒരു പുതുമുഖമായിട്ട് 4-5 മാസവും കൂടി ഇദ്ദേഹം ഉണ്ടാവും അല്ലേ? അതിനുശേഷം ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോകും. എന്തായാലും 6 മാസത്തേക്കാണ് നമുക്ക് എപ്പോഴും പെർമിഷൻ കാർനെറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതിനുശേഷം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കൂടുതൽ ഗംഭീര വാഹനങ്ങളുമായിട്ട് റെനി കേരളത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അപ്പോൾ നമുക്കിനി റെനിയുടെ വൈഫ് അജീഷയും കൂടെ ഒന്ന് കണ്ടിട്ട് അവസാനിപ്പിക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ പറഞ്ഞ പോലെ ഈവോ ഒക്കെ ഓടിച്ച് നടക്കുന്ന ആളായതുകൊണ്ട് ഇതുപോലെ തന്നെ ഒരു വാഹന പ്രാന്തിയാണോ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഒരു വാഹന പ്രാന്തനെയാണെങ്കിൽ വാഹന പ്രാന്തിയും കൂടെ പരിചയപ്പെടുത്താം. വാഹന പ്രാന്തി എന്ന് ഞാൻ പറയുക വെച്ചാൽ ഉപയോഗിക്കുന്നത് മിത്സുബിഷിയുടെ ഇവോയാണ്. ഇവോ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അങ്ങനെ പെൺകുട്ടികളൊന്നും ഓടിച്ചു നടക്കുന്നതല്ല. അപ്പോൾ ഇത് റെനിയുടെ വൈഫ് അജീഷ. അജീഷ നമസ്കാരം. എങ്ങനെയുണ്ട് ഇവോ? കൊള്ളാം. ആണോ? ഈ ഇവിടുന്ന് പകർന്ന് കിട്ടിയതാണോ ഈ വാഹന പ്രാന്ത്? തീർച്ചയായിട്ടും. എനിക്ക് ഡ്രൈവ് പോകാൻ പണ്ടേ ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ന്യൂസിലൻഡായിരുന്ന സമയത്ത് മൊത്തം റോഡ് ട്രിപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട്. ന്യൂസിലൻഡായിരുന്നു. ഓസ്ട്രേലിയയിലോട്ട് കല്യാണം കഴിച്ചതിന് ശേഷം മൂവ് ചെയ്തതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ കാരവനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ? കാരവനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. നല്ല അനുഭവമാണ്. ഞാൻ എൻ്റെ വലിയ ആഗ്രഹമാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നാൽ മതി. തീർച്ചയായിട്ടും. അപ്പം ഈ പറഞ്ഞ പോലെ ന്യൂസിലൻഡും ഓസ്ട്രേലിയയിലുള്ള ഞാൻ 2 സ്ഥലത്തും പോയതുകൊണ്ട് എനിക്ക് പ്രധാനമായിട്ടും തോന്നിയ വ്യത്യാസം എന്ന് പറയുന്നത് ഓരോ ഇഞ്ചും പിക്ചർ പെർഫെക്റ്റ് ആണ് ന്യൂസിലൻഡിന്റെ കാര്യത്തിൽ. പക്ഷെ ഓസ്ട്രേലിയ അങ്ങനെയല്ല. ഓസ്ട്രേലിയ കുറച്ചുകൂടി ഒരു സിറ്റിയിൽ നിന്ന് അടുത്ത സിറ്റിയിലോട്ട് ഒത്തിരി ദൂരം ട്രാവൽ ചെയ്യണം. ന്യൂസിലൻഡ് ഒരു ചെറിയ കൺട്രി ആയതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ ഈസിയാണ്. ഒരു സിറ്റിയിൽ നിന്ന് അടുത്ത സിറ്റിയിലോട്ട് എത്താനും ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഓരോ സിറ്റിക്കും ഒരു ഭംഗിയുണ്ട്. ഈ 2 രാജ്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഒരു ഡ്രൈവിംഗ് കൾച്ചർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് എവിടെയാ? എനിക്ക് തോന്നുന്നു, എനിക്ക് അത്ര നോളജ് ഇല്ലായിരുന്നു ന്യൂസിലൻഡിലായിരുന്ന സമയത്ത്.
എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ജേഡിയും കൾച്ചറൊക്കെ കുറച്ചുകൂടി കൂടുതൽ ഓസ്ട്രേലിയയിലാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ന്യൂസിലൻഡായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാർ ഷോസ് അങ്ങനെ ഒരു കൾച്ചർ അവിടെ ഞാൻ ഉണ്ടായിരുന്ന ടൗൺ സിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. ശാന്തമായി ജീവിക്കുന്ന ഒരു ജനത അത്യാവശ്യം. അപ്പൊ ഈ ഇവോയും ഇത് രണ്ടും ഓടിക്കാറുണ്ടോ? അത് ഇത് തരാറുണ്ടോ? ഇടയ്ക്ക് തരാറുണ്ട്, എന്നാലും എനിക്ക് തരാൻ ചെറിയൊരു പേടിയുണ്ടെന്ന് തോന്നുന്നു. വണ്ടി ഇത്ര ലോ ആയതുകൊണ്ട്. 273 മോശമല്ലോ, 273 ഉണ്ട് ഇവോ ഓടിക്കുന്ന. 273 ഉണ്ട്. അപ്പൊ ഇവോ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? ഇവോ ഓട്ടോമാറ്റിക് ആണ്. എന്റെ ഇവോ ഓട്ടോമാറ്റിക് മാനുവലായിട്ട് ഓടിക്കാനും പറ്റും. അപ്പൊ ഇവിടെ എങ്ങനെയുണ്ട് നാട്ടിൽ കൊണ്ടുവന്നിട്ട്? നാട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ല റിയാക്ഷൻ ആണ്. അവിടെ ഓടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ആവേശമാണ് ഇവിടുത്തെ റോഡിൽ ഓടിക്കാനായിട്ട്. കണ്ടിട്ടില്ലല്ലോ ഇവിടെ കാണാത്തത് കൊണ്ട് തന്നെ ആളുകളുടെ റിയാക്ഷൻ എല്ലാം ഭയങ്കര ഒരു കൗതുകമാണ് നമുക്ക് ഓടിക്കുമ്പോൾ. അവിടെ ഒരു യൂഷ്വൽ കാർ പോലെ, എന്നാലും അവിടുത്തെ ആളുകൾക്ക് ഒത്തിരി പ്രിയമുള്ള കാറാണ്. എന്നിരുന്നാലും അവിടത്തെക്കാളും റിയാക്ഷൻ, ക്രൗഡ് റിയാക്ഷൻ ഇവിടെ കുറച്ചുകൂടി കൂടുതലാണ്. അതുപോലെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ റെനിയുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഭയങ്കര ഇതായി അല്ലേ? എന്താണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി? എന്റെ R3NNY 59 എന്നാണ് ഐ ഡി. അതെന്റെ പഴയ ഒരു വണ്ടിയുടെ നമ്പറിന്റെ എൻഡ് ആണ്. അപ്പൊ ഇവിടെ വന്നിട്ട് പിള്ളേരെ റെസ്പോൺസ് വണ്ടി ഭ്രാന്തന്മാരാണ്, അത് നമുക്ക് മനസ്സിലാവും. നമുക്ക് മാക്സിമം ആൾക്കാർക്ക് വണ്ടി കാണിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ക്രൗഡ് ഒത്തിരി കൂടി പബ്ലിക്കിന് ശല്യം ആവുമ്പോഴത്തേക്കും നമ്മൾ വണ്ടി മാറ്റാറുണ്ട് മാക്സിമം. ഇപ്പൊ നമ്മള് വണ്ടി ഡീറ്റെയിലിങ്ങിന് കൊടുത്തപ്പോഴായാലും ഉണ്ണി വിളിച്ചിട്ട് പറഞ്ഞു, കേട്ടാ ഇവിടെ ഒത്തിരി പിള്ളേര് വരുന്നു, വർക്ക് തടസ്സപ്പെടുന്നു, മാക്സിമം നേരത്തെ വണ്ടി കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇവിടെ തന്നെ 1-2 പേര് ഉന്നം വെച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ അടുത്തൊക്കെ തന്നെ, വണ്ടിയുടെ ശബ്ദമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നവരാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി? അതായത് ഈ വണ്ടിയിൽ തന്നെ ഇനി കൂടുതൽ പണി പഠിക്കാനാണോ പരിപാടി? അതെ, ഇത് കീപ്പ് ചെയ്ത് ഇതൊരു GTR കൺവേർട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. അത് നമുക്ക് പാർട്സ് അവൈലബിൾ പോലെ ഇരിക്കും. കാരണം ഇപ്പോൾ നമുക്കൊരു നല്ല പറഞ്ഞ പോലെ എഞ്ചിൻ കിട്ടണം. പിന്നെ ഒരു വൈറ്റ് ബോഡി ഞാൻ ഓർഡർ ചെയ്തു, പക്ഷെ അവർ പറയുന്നത് അത് അപ് ടു 24 വീക്സ് എന്നാണ് മൈ ടേക്ക്. അപ്പം അതിലും കൂടുതൽ എടുക്കാം. ഇപ്പൊ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ 2-3 മാസം ആയതുകൊണ്ട് നമ്മുടെ പേഷ്യൻസ് പയ്യെ പോകാൻ തുടങ്ങി. വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ, ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്ത് ഒരു ഫുൾ ബോഡി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരണം എന്നായിരുന്നു. പക്ഷെ അന്നേരം നമുക്ക് കിട്ടാൻ പാർട്സിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മാക്സിമം നിസ്മോ GTT ആയിട്ട് കൊണ്ടുവരാൻ ട്രൈ ചെയ്തു. GTRന്റെ ബാഡ്ജ് ഉള്ളതുകൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് കൺഫ്യൂസ് ആകുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ GTTയുടെ നല്ലൊരു പ്രോപ്പർ ബാഡ്ജിങ് കിട്ടാനില്ല. ബാഡ്ജ് ചെയ്തൊരു വണ്ടി വരുന്നതിലും നല്ലത് ഒരു R34ന്റെ തന്നെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ട് ആൾക്കാർക്ക് പ്രസന്റ് ചെയ്യാമെന്ന് ഓർത്തു. അതുകൊണ്ടാണ് GTR. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുതെന്നൊരു ഇതുണ്ട്. അതെന്താ വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞാൽ ഇവിടെ പലർക്ക് കൺഫ്യൂസിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, GTR GTT എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് പലർക്കും ഒരു കൺഫ്യൂസിംഗ് ആണ്. അത്രയധികം വണ്ടിയെ പറ്റി അറിയാവുന്നവരാണ് അതൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് GTR ആയിട്ട് തന്നെ അറിയപ്പെടും. അതെ, വാങ്ങിച്ച അന്ന് മുതലേ കൺവേർട്ട് ചെയ്ത് GTR ആണല്ലേ? അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഇത്രയും പൈസയൊക്കെ വണ്ടിക്ക് വേണ്ടി മുടക്കുന്നതിൽ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ആശങ്കകളൊന്നുമില്ലേ? ആശങ്ക അതിപ്പോ നമ്മളങ്ങനെ ഒത്തിരി കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല. വണ്ടിപ്രാന്തന്മാരെ കണ്ടതിട്ട് ഒരു കാര്യമില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് EVO അപ്ഗ്രേഡ് ചെയ്യുന്നത് കൊണ്ട്, പാർട്സ് അപ്ഗ്രേഡ് ചെയ്യുന്നത് പുള്ളിക്കാരിക്കും കംപ്ലൈന്റ് ഇല്ല. കാരണം പുള്ളിക്കാരി ഇപ്പോൾ വർക്കിന് ഹോസ്പിറ്റലിൽ പോയാലും EVO ഓടിക്കുന്ന ഒരു നേഴ്സ് എന്ന നിലയിൽ പുള്ളിക്കാരി അത്യാവശ്യം പോപ്പുലർ ആണ്. അവിടെ ആൾക്കാർ പറയും പെങ്കൊച്ചി EVO ഓടിച്ചു വരുന്നു. അതും മാനുവൽ ആണ്, അതിന്റെ ഓട്ടോമാറ്റിക് ആണ്. പക്ഷെ അത് EVO 7 ആണ്. അതും പോൾ വാക്കർ മൂവീസൊക്കെ ഫാസ്റ്റ് ആൻഡ് ദ ഫ്യൂരിയസ് 2 ഉപയോഗിച്ച ഒരു കാർ തന്നെയാണത്. പക്ഷെ അത് എൻജിൻ വൈസ് എല്ലാം നമ്മൾ അതും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതും അത്യാവശ്യം ഒരു ഡ്രാഗ് ഇതുമായിട്ട് വെച്ചെന്ന EVO ആയിരിക്കും വിൻ ചെയ്യാന്ന് ഞാൻ പറയും. കാരണം എപ്പോഴും ഞങ്ങളൊരു സിഗ്നലിലൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ ചില സമയത്ത് പുള്ളിക്കാരി ഒരു ഇച്ചിരി ഇത് ചെയ്യാറുണ്ട്. പക്ഷേ അതെ, അതൊക്കെ ഭർത്താവെന്നുള്ള നിലയ്ക്ക് കീഴടങ്ങി തരുന്നതാ, അങ്ങനെ വിചാരിച്ചാൽ അത് EVO ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. അതിന്റെ 4 വീലിലോട്ട് ആ പവർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് കൊണ്ട് അത് എന്തായാലും നമുക്ക് നോക്കണ്ട. ഞാനെപ്പോഴും പറയാം, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ മാരീഡ് ആയിട്ടുള്ളവർ പറയുമ്പോൾ ഹസ്ബൻഡ്സ് ഒരു ആനിവേഴ്സറി ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ജ്വല്ലറി കൊടുക്കും, ചെയിൻ, വാച്ച്. അപ്പൊ ഞാൻ പറയാം, എന്റെ ഹസ്ബൻഡ് എനിക്ക് അലോയ് വീലൊക്കെ കാറിന്റെ
പക്ഷെ അത് ഇഷ്ടമാണ്. ഞങ്ങൾ ഒരുമിച്ച് ഓട്ടോ ഷോയ്ക്ക് പോകാറുണ്ട് അവിടെ. ഞങ്ങൾക്ക് അവിടെ മീറ്റ്സ് ഉണ്ട്, കാർ മീറ്റ്സ് ഉണ്ട്, ഡൗൺ ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനൊക്കെ ഇങ്ങനെ കാറും കൊണ്ട് പോകുമ്പോൾ കപ്പിൾസ് ഇങ്ങനെ കാറും കൊണ്ട് വരുമ്പോൾ വളരെ റയർ ആണ് അങ്ങനെ വരുന്നത്. ശരി ശരി. അതുപോലെ ഇപ്പൊ ഈ രണ്ട് വണ്ടികൾ ഉപയോഗിക്കുന്നത് ജാപ്പനീസ് വണ്ടികളാണല്ലോ. ജപ്പാനിൽ പോയി ഇതെല്ലാം കാണണമെന്നില്ലേ? ഉണ്ട്. അത് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നെക്സ്റ്റ് ഇയർ പോകണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അടുത്ത കാലത്ത് പോയിട്ട് അവിടെ ടൊയോട്ടയുടെ മ്യൂസിയത്തിലൊക്കെ പോയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ് അത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പോയി തന്നെ എന്താ പറയുക, അതിൻ്റെ ജനനസ്ഥലത്ത് പോയി തന്നെ കാണാൻ ഉള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. അതിൽ കൂടുതൽ രണ്ടുപേരും രാവിലെ 5 മണിയായപ്പോൾ എഴുന്നേറ്റ് കോട്ടയത്ത് നിന്ന് വന്നതാണ്. കാര്യം ഞാൻ കോട്ടയംകാരനാണെങ്കിലും കോട്ടയത്ത് എവിടെ ഷൂട്ട് ചെയ്യാമെന്നതിനെ പറ്റി എനിക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നമ്മുടെ സ്വന്തം ഏരിയ. എന്നും രാവിലെ 6 ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ കാണും, ഏതെങ്കിലും വണ്ടിയായിട്ട്. സ്ഥിരം സ്ഥലം ആയതുകൊണ്ട് എളുപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നു. അപ്പോൾ രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും കൂടുതൽ വണ്ടികളുമായിട്ട് കേരളത്തിൽ വരിക, ഞങ്ങളെയൊക്കെ ഞെട്ടിക്കാൻ വേണ്ടി കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ബൈ.